ഗീതം പോലെ എന്നെ നിത്യം നാട് തീടണമേ. സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലേയാടിയ നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നാട് തീടണമേ. പാംവഴിയോ നീണ്ട നാട് യോ കുറുതോ നേരുനീര പാംവഴിയോ നീണ്ട നാട് യോ കുറുതോ പാരം ോടുന്നതോ പാരിതിലും ഭാഗ്യങ്ങളോ നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നാട് തീടണമേ. വീതികളോ അപ്പനെ പ്രകാശങ്ങളോ അന്ധകാരം വീതികളോ അപ്പനെ പ്രകാശങ്ങളോ എന്തോ നീ കൽപ്പിച്ചിടുന്നു എല്ലാമേ ആശീർവാദം നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നാട് തീടണമേ.
രക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. രക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ശ്രദ്ധയോടെ അനുഷ്ഠിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവമക്കൾ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളത്
ചുറ്റുപാടിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോകുകയില്ല. സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത് പോലെ ദൈവ മുഖത്തേക്ക് നോക്കി പ്രകാശം പ്രാപിക്കുവാൻ നമുക്കും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുക. വളരെ അനുകരണീയമായ രീതിയിൽ പരിശുദ്ധ സഭ വിവിധ മേഖലകളിൽ അതിനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ 118ാമത് ഓർമ്മ പെരുന്നാൾ വളരെ ഭക്തിസാന്ദ്രമായി, ആഘോഷരഹിതമായി, അനുഗ്രഹപ്രദമായി നടത്തുവാൻ തക്കവണ്ണം പരിശുദ്ധ സഭ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നു. പരിശുദ്ധ ബാവാതിരുമനസിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കുടിയുയർത്തൽ നടത്തി. ഇപ്പോൾ തന്നെ ഗ്രിഗോറിയൻ പരമ്പരകൾ തുടങ്ങി വച്ചിരിക്കുന്നു. ശ്രദ്ധയോടെ ദൈവശബ്ദം കേൾക്കുവാൻ മുഖാന്തരമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ പരിമല മാറ്റപ്പെട്ടിരിക്കുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയ പരിശുദ്ധ പരിമല തിരുമേനിയുടെ അവദാനങ്ങൾ പ്രകീർത്തിക്കുന്നത് നമുക്കൊക്കെയും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. എന്നാൽ അവദാനങ്ങളെ പ്രകീർത്തിക്കുന്നതോടൊപ്പം ആ പുണ്യവാന്റെ ചര്യകളെ പകർത്തുവാനും പിൻപറ്റുവാനും ആ പാദം പറ്റിക്കൊണ്ട് ദൈവ സായുജ്യം അടയുവാനും തക്കവണ്ണം ഒരു പരിശ്രമമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ആവശ്യമായിരിക്കുന്നത്. പരിശുദ്ധനായ പത്രോസ്ലീഹ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. പത്രോസ്ലീഹ ഓർപ്പിക്കുക, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ലേവ്യ പുസ്തകത്തിൽ യഹോവയാം ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന കൽപ്പനയാണ്. ലേവ്യ പുസ്തകം 11:44, 19:2, 20-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം അവിടെയൊക്കെ കാണുന്നു. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ദൈവകൽപ്പനയാണ്. ദൈവത്തെ പുകഴ്ത്തുന്നത് കൊണ്ട് മാത്രമായില്ല, ഞാൻ ദിവസേന പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായില്ല. ദൈവം അങ്ങനെ ഭക്തനുമായി തീരുവാൻ തക്കവണ്ണമുള്ള ഒരു പരിശ്രമമാണ് സഭാ ജീവിതമെന്ന് പരിശുദ്ധ പരിമല തിരുമേനി സ്വജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയുണ്ടായി. പത്രോസ്ലീഹ പറയുന്നു, ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായിയായിരുന്നത് പോലെ നിങ്ങളെ എൻ്റെ അനുയായിയായിരിപ്പീൻ. ഫോളോ മീ എന്ന് കർത്താവിനെ പോലെ തലമുറയെ ആഹ്വാനം ചെയ്യുവാൻ തക്കവണ്ണം പുണ്യപിതാക്കന്മാർ കഴിഞ്ഞു. പുതിയ യുഗത്തിൻ്റെ പ്രഭാവനായി, പ്രകാശമായി എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് ആഹ്വാനം ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധനായ പരിമല തിരുമേനി നമുക്ക് മധ്യസ്ഥനായിട്ട് ഉയർത്തപ്പെട്ടിരിക്കുന്നു. ദൈവവചനത്തിൽ നിന്നും പരിമല തിരുമേനിയും നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യം ഇതാകാം, ഞാൻ വിശുദ്ധനായിരിക്കിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തിന് പ്രതിഷ്ഠിക്കുന്നതിലൂടെ സായുജ്യമടയുന്ന ഒരു ക്രിസ്തീയ ദൗത്യം, ക്രിസ്തീയ അനുഭവം പൂർണ്ണമാക്കുവാൻ കൊണ്ട് നമുക്ക് കഴിയണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് കുറച്ച് ആഘോഷമായി പറയുന്നത് കൊണ്ട് മാത്രമായില്ല, പരിമല തിരുമേനിയുടെ അവദാനങ്ങളെ പ്രവർത്തിച്ചുകൊണ്ട് പരിമല തിരുമേനി പുണ്യവാനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, നീ എല്ലാമാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രമായില്ല, പരിശുദ്ധൻ പ്രീതിപ്പെടണമെങ്കിൽ താൻ പിൻപറ്റിയ ദൈവത്തെ പിൻപറ്റിക്കൊണ്ട് വിശുദ്ധനായി ദൈവത്തെ പിൻപറ്റി വിശുദ്ധി പ്രാപിച്ച പരിമല തിരുമേനിയെ പോലെ നമ്മളും വിശുദ്ധനായി തീരുവാൻ തക്കവണ്ണം ഒരു പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രവാചകനെ കൽപ്പിച്ചാക്കുന്നു, നിന്നെ ഞാൻ ഇസ്രായേൽ കുലത്തിന്റെ കാവൽക്കാരനായി നിയമിച്ചിരിക്കുന്നു. തുടർന്ന് 11-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും 15-ാം അധ്യായത്തിലൊക്കെ പറയുന്നു, മനുഷ്യപുത്ര നീ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത്, നീ ഇവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കരുത്, നീ പ്രാർത്ഥിച്ചാൽ ഞാൻ കേൾക്കുകയില്ല. യിരെമ്യാവിനെ പിടിച്ച് വീണ്ടും കർത്താവ് പറയുക. ഒരു കാരണം അവിടെ വിവരിക്കുന്നുണ്ട്, മനുഷ്യന്റെ മ്ലേച്ഛത ദൈവസന്നിധിയിൽ നിന്ന് അവരെ അകറ്റിക്കളയുന്നതാകുന്നുകൊണ്ട് മ്ലേച്ഛതയുടെ നടുവിലുള്ള നിലവിളിയെ ദൈവം കേൾക്കത്തില്ല. നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തിൽ പ്രതിഷ്ഠിക്കുമ്പോഴാണ് പരിശുദ്ധനായ ദൈവം പരിശുദ്ധന്മാരിലൂടെ നമ്മെ ആഹ്വാനം ചെയ്ത് വിശുദ്ധിയുടെ അനുഭവത്തിൽ പൂർണ്ണമാക്കുന്നത്. പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിൽ നൽകുവാനുള്ള ഒരു ഉപദേശം, ദൈവം എങ്ങനെയോ അങ്ങനെ ഭക്തനുമായി തീരണം, പരിശുദ്ധന്മാരെങ്ങനെയോ അങ്ങനെയായിത്തീരണം അവരുടെ മധ്യസ്ഥരും.
ആ വലിയൊരു ദൈവകൃപയിൽ വളരുവാൻ തക്കവണ്ണം നമുക്ക് ശ്രമിക്കാം. ദൈവം തമ്പുരാൻ കരുത്തും കരുണയും തരട്ടെ എന്ന് ആമുഖമായിട്ട് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുക. ഈ ധ്യാന ശുശ്രൂഷ അനുഗ്രഹിച്ച് ആശീർവദിച്ച് തുടക്കം കുറിച്ചത് നമ്മുടെ ഭദ്രാസനത്തിൻ്റെ ചുമതല വഹിക്കുന്ന അഭിനയ തിമോത്തിയോസ് തിരുമനസുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നിർലോഭം ഈ പ്രോഗ്രാം നടത്തപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുന്നു എന്നുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വന്യപിതാവിനെ ഈ ശുശ്രൂഷയിലേക്ക് വളരെ താഴ്മയായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ജീവമന്ന പ്രതിവാര ധ്യാന യോഗം നടത്തപ്പെടുന്നതിന് വളരെ സഹായമായി ഭദ്രാസന സെക്രട്ടറി ഒന്നിനായ മാത്യു അബ്രഹാം കാരക്കിലച്ചൻ്റെ സഹകരണ സാന്നിധ്യമുണ്ട്. അദ്ദേഹത്തെ വളരെ താല്പര്യപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദൈവവചനം പകർന്നു തരുവാൻ തക്കവണ്ണം നമുക്ക് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഒന്നിനായ നമ്മുടെ വിൽസൺ സങ്കരത്തിലച്ഛൻ. അച്ഛനെ പരിചയപ്പെടുത്തേണ്ട വലിയ ആവശ്യമില്ല. കാരണം ആത്മീയ നിറവ് പ്രാപിച്ച് കൃപയിൽ അധ്വാനിക്കുന്ന സഭയുടെ ഭദ്രാസനത്തിൻ്റെ ഒരു മുതൽക്കൂട്ടായിട്ടുള്ള വളരെ എളിമയും താഴ്മയുള്ള ഒരു വന്യവൈദികന്. അദ്ദേഹം മർത്തമറിയൻ സമാജത്തിൻ്റെ ഭദ്രാസന വൈസ് പ്രസിഡന്റായിട്ട് ചുമതല വഹിക്കുന്നു. നമ്മുടെ സ്ത്രീ സമൂഹത്തിന് അർത്ഥവർത്തായി ദൈവകൃപ പകർന്നു കൊടുക്കുവാൻ, നല്ല നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ നയിക്കുവാൻ, ലക്ഷ്യബോധമുള്ള ഒരു തലമുറയാക്കി തീർക്കുവാൻ തക്കവണ്ണം അച്ഛൻ്റെ അധ്വാനം പരിസരം വളരെ സഹായിക്കുന്നു എന്ന് പറഞ്ഞ് നന്ദിയോടെ ഓർക്കുക. ബഹുമാനപ്പെട്ട വിൽസൺ സങ്കരത്തിലച്ഛനെ വളരെ താഴ്മയോടെ ആദരവോടെ ഇന്നത്തെ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ ജാഗ്രതയോടെ നിൽക്കുന്ന എല്ലാവരുടെയും നേതൃത്വം ഇതിൻ്റെ നടത്തിപ്പിനുണ്ട്. ഇന്ന് ഇതിൻ്റെ പ്രധാനമായി ചുമതല വഹിക്കുന്നത് പ്രിയ സഹോദരി ബ്ലെസി, മംഗലം സെൻറ് ജോർജ് ഇടവക അംഗമാണ്. ബഥേൽ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ആത്മീയ പ്രവർത്തനങ്ങളിൽ വളരെ താല്പര്യപൂർവ്വം നിൽക്കുന്നു. ഉന്നത വിദ്യാഭ്യാസമൊക്കെ പ്രാപിച്ച് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി കുറച്ച് നാൾ ജോലി ചെയ്തു. ഇപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ മികവും ആത്മീയ പ്രവർത്തനങ്ങളിൽ നിറവ് ലഭിക്കുവാൻ തക്കവണ്ണം വളരെ താല്പര്യത്തോടെ ആശംസിച്ചുകൊണ്ട് പ്രിയ ബ്ലസ്സിയെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ സംഘത്തിൽ ഈ ശുശ്രൂഷയിൽ ജീവമന്ന പ്രോഗ്രാമിന് എല്ലാ കൈത്താങ്ങലും ചെയ്തത് ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ ജിബി ജോർജ്, ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ ബിൻസി റജി, മറ്റെല്ലാ ആധ്യാത്മിക സംഘടനകളുടെയും പ്രധാന പ്രവർത്തകർ എല്ലാവരെയും ദൈവനാമത്തിൽ വളരെ താല്പര്യപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ബഥേൽ അരമനപ്പള്ളിയിൽ നടക്കുന്ന ഈ ശുശ്രൂഷ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ പിടിക്കുവാൻ തക്കവണ്ണം അത് പകർന്ന് അനുഗ്രഹപ്രദമായി നൽകുന്നത് ചെങ്ങന്നൂർ ഭദ്രാസന മീഡിയ വിങ് ബഥേൽ ക്രിയേഷൻ്റെ പ്രവർത്തകരാണ്. ഇതിൻ്റെ പ്രധാന ചുമതല വഹിക്കുന്ന റജി തോമസ് അച്ഛനെയും പ്രിയ മനുവിനെയും വിപിനെയും കൂടെയുള്ള സഹോദരങ്ങളെയും വളരെ താല്പര്യപൂർവ്വം ഇതിൻ്റെ നിറവടിയായ നിർവഹണത്തിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ജനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുകദാസരിൽ വരമധികം പകരുക ആത്മാവിൻ തിരുശക്തിയാ നിറയുവാൻ നിൻ ജനങ്ങൾ പകരുക ആത്മാവിൻ തിരുശക്തി നിറയുവാൻ നിൻ ജനങ്ങൾ കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന. ഒരു നിമിഷം
നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ശിരസ്സുകളെ ദൈവ തിരുമുമ്പാകെ നമിക്കാം. സർവശക്തനായ കാരുണ്യവാനായ കർത്താവേ, അനുഗ്രഹീതമായ ഈ നല്ല നിമിഷങ്ങൾക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ തിരുസന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. അവിടുത്തെ ആ തിരുവചനം ഞങ്ങൾക്ക് നാഥ ശ്രവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമേ. എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിയ പോലെയും അല്ലയോന്ന് അരുളി ചെയ്ത ദൈവമേ, അവിടുത്തെ ആ തീ പോലെ വചനങ്ങളെ അടിയൻ്റെ വായിൽ നിറച്ച് ഈ വചനം ശ്രവിക്കുന്ന നിന്റെ ജനത്തെ വിറകാക്കി തീർക്കുവാനായി സമർപ്പിച്ച് യാചിക്കുന്നു. ഈ വചനം നാഥ ഞങ്ങളുടെ ഹൃദയത്തിന് രൂപാന്തരം വരുത്തുവാനും നിന്റെ സന്നദ്ധിയിൽ പ്രയോജനമുള്ള സാക്ഷ്യമുള്ള ജീവിതത്തിൻ്റെ ഉടമകളായി ഞങ്ങൾക്ക് മാറ്റപ്പെടുവാനും പര്യാപ്തമായി ഭവിക്കുവാനും പരിശുദ്ധാത്മ കൃപ ഞങ്ങൾക്ക് അവിടുന്ന് നിറച്ചു നൽകണമേ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ആയിരിക്കുന്ന ഞങ്ങളെ നിന്റെ തിരുഗതം പോലെ നാഥ അവിടുന്ന് മെനയുവാനായി സമർപ്പിച്ച് യാചിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവമേ, മാനുഷിക ശബ്ദം കേൾക്കുവാൻ അനുവദിക്കരുതേ. പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നിറഞ്ഞുള്ള പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ ശക്തിയുള്ള ഇരുവായ്ത്തലവായ് പോലെ മൂർച്ചയുള്ള വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിക്കുവാൻ ക്രിയ ചെയ്യുവാനായി അവിടുന്ന് സംഗതിയാക്കുവാൻ തിരുമുമ്പാകെ വീണ്ടും ഞങ്ങൾ സമർപ്പിച്ച താഴ്മയായി യാചിക്കുന്നു. അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായി വീണ്ടും നന്ദി കരയറ്റുന്നു. സ്വർഗീയദൂതന്മാരുടെ നല്ല ആലോചനകളും അവിടുത്തെ ആ തിരുഹിതവും അവിടുത്തെ അരുളപ്പാടും ഞങ്ങൾക്കായി നാഥ വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളെ സമ്പൂർണമായി തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ ആമേൻ. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിമന്യ തീമോത്തിയോസ് തിരുമനസ്സ, സുവിശേഷ സംഘം ഡയറക്ടറായിരിക്കുന്ന ഏറ്റവും ആദരണീയനായ തോമസ് കൊക്കാപ്പറമ്പിലച്ചൻ, മദ്രാസന സെക്രട്ടറി ഏറ്റവും ആദരണീയനായ മാത്യു എബ്രഹാം കാരിക്കലച്ചൻ, സുവിശേഷ സംഘത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഏറ്റവും ബഹുമാനായ ഡോക്ടർ ജിബി സാറ് തുടങ്ങിയതിൻ്റെ ചുമതലകൾ വഹിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ ജീവമന്ന എന്ന ധ്യാനം അനേക ഹൃദയങ്ങളിലേക്ക് പകരുവാൻ തക്കവണ്ണം ക്ഷീണം യത്നിച്ചുകൊണ്ടിരിക്കുന്നതിന് ചുമതല വഹിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട റെനി തോമസ് അച്ഛൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുഗ്രഹീതമായ ഈ നല്ല നിമിഷങ്ങളിൽ ദൈവ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ താഴ്മയായ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമെന്ന് വീണ്ടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അനുഗ്രഹീതമായ ധ്യാന ചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ. ഇന്ന് ഒരുമിച്ച് ചിന്തയ്ക്കായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് 139 സങ്കീർത്തനത്തിൽ നിന്നുമാണ്. സങ്കീർത്തനങ്ങളുടെ കിരീടമെന്ന് ഈ സങ്കീർത്തനത്തെ വിശേഷിപ്പിക്കുമ്പോൾ പൊതുവായിട്ട് സങ്കീർത്തനത്തിന് ഒരു നിർവചനം ആവശ്യമില്ല. കാരണം എബ്രായ ഭക്ത ഗീതാഞ്ജലികളാണ് സങ്കീർത്തനങ്ങളിൽ നമുക്കറിയാം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏത് അവസ്ഥയിലും ഏത് അനുഭവത്തിലും അവന് സ്വാന്തനം നൽകുന്ന, ആശ്വാസം നൽകുന്ന, സന്തോഷം നൽകുന്ന ആ ഒരു അനുഭവം ഈ സങ്കീർത്തനങ്ങളിൽ നിന്ന് ഓരോ നിമിഷവും ലഭിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറെ പ്രിയപ്പെടുന്നതും ഉപയോഗിക്കുന്നതുമായ പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ സങ്കീർത്തനങ്ങളാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി പറയുവാൻ കഴിയും. കാരണം പണ്ഡിതനെയും പാമരനെയും പരിശുദ്ധനെയും പാപിയെയും എല്ലാം ഈ ഗ്രന്ഥം ആകർഷിക്കുന്നു എന്നുള്ളതാണ്.
അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ ആരാധനയ്ക്കും ധ്യാനത്തിനും സാമൂഹ്യമായ ആരാധനയ്ക്കും അനുയോജ്യമാണ് ഓരോ സങ്കീർത്തനങ്ങളും എന്നുള്ളതും നമുക്ക് അറിയുവാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. ദൈവ സംസർഗം ചെയ്യുവാനായി ആഗ്രഹിക്കുന്ന ആർക്കും ഓരോ സങ്കീർത്തനങ്ങളും വളരെ അധികം സഹായങ്ങളാണ് എന്നുള്ളതും നാം തിരിച്ചറിയുക. മാർട്ടിൻ ലൂതർ സങ്കീർത്തനത്തെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: സങ്കീർത്തന പുസ്തകത്തിൽ എല്ലാ വിശുദ്ധന്മാരുടെയും ഹൃദയങ്ങളിലേക്കാണ് നിങ്ങൾ നോക്കുക. അത് മനോഹരമായ പൂന്തോട്ടമാണ്, അത് സ്വർഗസമാനമാണ്. അവിടെ ദൈവത്തെയും അവിടുത്തെ കാരുണ്യത്തെയും സംബന്ധിക്കുന്ന മനോഹരവും സന്തോഷകരവുമാകുന്ന നിരവധി പുഷ്പങ്ങൾ കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് ആ പുസ്തകം വിശുദ്ധന്മാർക്ക് പ്രിയങ്കരമായി തീർന്നത് എന്നുള്ളത്. പുരാതന സഭയിൽ തന്നെ എല്ലാ സങ്കീർത്തനങ്ങളും ദാവീദിൻ്റെതല്ല എന്നൊരു അഭിപ്രായമുണ്ട്. കാരണം ചില സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കൗരവപുത്രന്മാരുടെ അഥവാ മോശയുടെ പ്രാർത്ഥന, യഥാന്റെ ധ്യാനം എന്നിങ്ങനെ കാണുവാൻ കഴിയും. പക്ഷെ പൊതുവായി പറഞ്ഞാൽ സങ്കീർത്തനങ്ങൾ ദാവീദിൻ്റെതാണ് എന്നുള്ളതാണ് വിശേഷണം. ആരാധനയ്ക്കായി യഹൂദ സഭയിൽ ഈ സങ്കീർത്തനങ്ങൾ വളരെയധികം മനോഹരമായിട്ട് അവർ ഉപയോഗിക്കുന്നതും ഇവിടെ ദർശിക്കുവാനായിട്ട് കഴിയും. പ്രത്യേകമായും യെരുശലേമിലേക്കുള്ള ദൈവജനത്തിന്റെ തീർത്ഥാടനത്തിൽ ഈ സങ്കീർത്തനങ്ങൾ വളരെ ഹൃദ്യമായി അവർ ഉപയോഗിച്ചിരുന്നതായി കാണാം. ദൈവജനത്തിന് ദേവാലയം നഷ്ടപ്പെട്ടപ്പോൾ അവര് കൂടി വന്ന സംഘാലയ പ്രാർത്ഥന, സിനഗോഗ് പ്രാർത്ഥനയിലും ഈ സങ്കീർത്തനങ്ങൾ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് പാപത്തെക്കുറിച്ച് അനുദപിക്കുവാൻ, വിശുദ്ധിയിലേക്ക് വളരുവാനായിട്ടുള്ള ഒരു അഭിനിവേശം ഓരോ സങ്കീർത്തനങ്ങളും പ്രദാനം ചെയ്യുകയാണ്. 139 സങ്കീർത്തനത്തെ സംബന്ധിച്ച് ഒരു ഭക്തൻ പറഞ്ഞിരിക്കുന്നത് ഇത് സങ്കീർത്തനങ്ങളുടെ കിരീടം എന്നുള്ളതാണ്. ഈ സങ്കീർത്തനത്തിൽ വ്യക്തിപരമായ ആത്മീയതയുടെ ഒരു ഔന്നത്യം ദർശിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവം എപ്രകാരമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നത് എന്നുള്ളത് ഹൃദ്യമായി മനോഹരമായിട്ട് ഈ സങ്കീർത്തനത്തിൽ വിശദീകരിക്കുകയാണ്. സ്കോട്ടിഷ് വേദശാസ്ത്രജ്ഞനായിട്ടുള്ള എബ്സിൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് ഹൃദയസ്പർശിയായിട്ട് എഴുതിയിരിക്കുകയാണ്: എൻ്റെ മരണക്കിടക്കയിൽ വായിച്ചു കേൾക്കുവാൻ ഏറ്റവും പ്രിയപ്പെടുന്ന സങ്കീർത്തനം എന്ന് പറയുന്നത് ഈ 139 സങ്കീർത്തനം എന്നുള്ളതാണ്. ഇവിടെ ജീവിതത്തിന്റെ പോരാട്ടങ്ങളിലും നിരാശകളിലും എല്ലാം ആവേശം പകരുന്നതും ധൈര്യം ഉണർത്തുന്നതുമായ ഒരു സങ്കീർത്തനമാണ് ഇത്. കഷ്ടതയുടെ നടുവിൽ പാടുവാനും ക്ലേശങ്ങളെ ധീരതയോടെ നേരിടുവാനും പ്രത്യാശ മന്ദീഭവിച്ച സന്ദർഭത്തിൽ ആരാധനയ്ക്ക് ഉത്സാഹം ഉളവാക്കുവാനും ഈ സങ്കീർത്തനം സഹായകമാകുന്നു എന്നുള്ളതും നാം തിരിച്ചറിയുക. അതുകൊണ്ട് ദൈവത്തിന്റെ സർവജ്ഞതയും സർവവല്ലഭത്വവും സർവവ്യാപിത്വവും മനോഹരമായിട്ട് ഈ 139 സങ്കീർത്തനത്തിൽ വിവരിക്കുകയാണ്. അതിൻ്റെ എല്ലാ വാക്യങ്ങളും വിവരിക്കുവാനായി, വിശകലനം ചെയ്യുവാനായിട്ട് ഒരു പക്ഷേ ധാരാളം സമയം വേണ്ടിവരും എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ആ ഒരു തലത്തിലേക്ക് വിശദമായിട്ടുള്ള ഒരു വിശകലനത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കുറച്ച് 2 ചിന്തകൾ മാത്രം പങ്കുവെച്ച് എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാമെന്നുള്ളതാണ് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ചിന്ത ഇവിടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം എന്നുള്ളതാണ്. 139 സങ്കീർത്തനത്തിൽ 1 വാക്യം തന്നെ ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. 23 വാക്യത്തിൽ വീണ്ടും ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ എന്ന് നാം വായിക്കുന്നു. അതുകൊണ്ട് ഇവിടെ വളരെ മനോഹരമായിട്ട് ദാവീദ് ഈ സങ്കീർത്തനത്തിന്റെ ആ ആരംഭ വരികളിൽ തന്നെ പറയുകയാണ്: ദൈവമേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു.
അതുകൊണ്ട് ദൈവം ഹൃദയങ്ങളെ അറിയുന്നു എന്നുള്ളത് വളരെ മനോഹരമായി, വളരെ വ്യക്തമായി, ശക്തമായി ദാവീദ് തന്റെ ജീവിത അനുഭവത്തിൽ കൂടി ഈ വരികളിൽ നമുക്ക് പകർന്നു തരികയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ എത്രയോ ഭാഗങ്ങളിൽ ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തെ നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ശമൂവേൽ പ്രവചനം 1 ശമൂവേൽ അതിന്റെ 16-ാം അധ്യായം 7-ാം വാക്യത്തിൽ യഹോവ ശമൂവേലിനോട് പറയുന്ന വരികൾ എത്ര ശ്രേഷ്ഠമാണ്. ഇവിടെ പറയുകയാണ്, മനുഷ്യൻ കണ്ണിനെ കാണുന്നു നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. ഇശ്രായേലിന്റെ മക്കളിൽ ഒരുവനെ അടുത്ത ഇസ്രായേലിന്റെ രാജസ്ഥാനത്തേക്ക് ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് അത്യുന്നത പ്രവാചകനായ ശമൂവേലിനോട് യഹോവയായ ദൈവം അരുളി ചെയ്യുമ്പോൾ ഒന്ന് വഹിക്കുന്നുണ്ട്. കാരണം ശൗൽ പ്രബല രാജാവായി വാഴുന്ന ഒരു സന്ദർഭം. പക്ഷേ യഹോവയുടെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് തന്റെ ദൗത്യം അവിടെ നിറവേറ്റുവാൻ തക്കവണ്ണം പുറപ്പെട്ട ഇശായെയും കുടുംബത്തിനും യാഗത്തിന് ക്ഷണിക്കുന്ന ശമൂവേൽ പ്രവാചകൻ ഇശായുടെ മക്കളിൽ ഓരോരുവനെയായി കൂട്ടി വരുത്തുമ്പോൾ ആദ്യം ഏലിയാവ് വരുന്നു, പിന്നെ അബീനാദാബ്, ശമ്മ തുടങ്ങി 7 മക്കളും ഒന്നൊന്നായി വന്നു കഴിയുമ്പോൾ അവരെ എല്ലാം ഞാൻ തള്ളിയിരിക്കുന്നു എന്നുള്ളത് അത്യുന്നത പ്രവാചകനായ ശമൂവേലിനോട് യഹോവയായ ദൈവം അരുളി ചെയ്തുകൊണ്ട് പറയുകയാണ്. പ്രവാചകൻ ഒന്ന് വിഷമിക്കുന്നുണ്ട്. ഇനിയും ദൈവമേ, ആരായിരിക്കും അടുത്ത ഇസ്രായേലിന്റെ രാജസ്ഥാനത്തേക്ക് കടന്നു വരേണ്ടതാണ്? ഇശായോട് ചോദിക്കുന്നു, നിന്റെ മക്കളിൽ എല്ലാവരും ആയോ? ഉടനെ പറയുന്നുണ്ട്, അല്ല, ഒരുവനുണ്ട്, അവൻ ഇവിടെ, അവൻ വയലിലാകുന്നു, ആടുകളെ മേയ്ക്കുകയാകുന്നു. അവനെ എത്രയും വേഗം ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അപ്രകാരം ആജ്ഞ അനുസരിച്ച് ദാവീദിനെ അവിടെ കൂട്ടിക്കൊണ്ടുവരികയും ഏറ്റവും അവസാനമായി മനോഹരമായി അതിന്റെ 12-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, അതെ, പവിഴ നിറമുള്ളവൻ സുനേത്രനായ സുന്ദരരൂപിയായ ഈ ദാവീദിനെ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ യഹോവയായ ദൈവം പറയുകയാണ്, അതെ, അടുത്ത രാജസ്ഥാനത്തേക്കുള്ളവൻ ഇവൻ തന്നെയാണ്, നീ ഇവനെ അഭിഷേകം ചെയ്യുക. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ഇവിടെ വളരെ വ്യക്തമായി മനോഹരമായി പറഞ്ഞിരിക്കുകയാണ്, മനുഷ്യൻ കണ്ണിന് കാണുന്നു നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്നുള്ളത്. ഇവിടെ എന്റെയും നിങ്ങളുടെയും ജീവിത അനുഭവത്തിൽ ഓരോ നിമിഷവും ബാക്കിയുമായിട്ടുള്ള ആ നോട്ടം കൊണ്ട് നാം വിലയിരുത്തുമ്പോൾ, ഒരുപക്ഷെ മാർക്കിടുമ്പോൾ, ഇവിടെ ഈ വാക്യം എത്ര പ്രസക്തമാണ്, എത്ര ശ്രേഷ്ഠമാണ്. അത് അന്ന് മാത്രമല്ല, ഇന്നും അതെ എത്ര അർത്ഥവത്താണ് എന്നുള്ളത് നാം ശാന്തമായി നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക, ഒന്ന് മനനം ചെയ്യുക, ഒന്ന് ധ്യാനിക്കുക. ദിനവൃത്താന്തം 28:9 വീണ്ടും ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. ഓരോ ഹൃദയവും നിരൂപണങ്ങളെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം ആർക്ക് കഴിയുമെന്ന് ചോദിച്ചാൽ അതെ, സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ആ ഹൃദയത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് നമുക്കറിയാമല്ലോ. ഓരോ ഹൃദയത്തിലും അടങ്ങിയിരിക്കുന്ന ഓരോ അംശങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നമ്മുടെ മനസ്സാക്ഷിയിൽ ഒരുപക്ഷെ കാണുവാനായിട്ട്, തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞേക്കാം. പക്ഷേ മറ്റൊരുവന്റെ ആ ജീവിതത്തിലുള്ളത് സ്വയം നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണല്ലോ വസ്തുത. വളരെ മനോഹരമായിട്ട് ഈ ഭാഗത്ത് വിവരിക്കുകയാണ്, അതെ, ഈ ഹൃദയത്തിൽ എന്തൊക്കെയുണ്ട്. ഒരു കാർഡിയോളജിസ്റ്റ് അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു, ഈ ഹൃദയം നിങ്ങൾ ബൈപ്പാസ് ഒക്കെ നടത്താറുണ്ടല്ലോ, ഇതിൽ എന്തൊക്കെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിനകത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ കഴിയുമോ? അദ്ദേഹം വളരെ നർമ്മരസത്തോടു കൂടി പറഞ്ഞു, ചോദിച്ച ചോദ്യം മനസ്സിലായി, പക്ഷെ ഉള്ളിലുള്ളത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് അവിടെ ഇവിടെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് ബൈപ്പാസ് ചെയ്യുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. നമുക്കറിയാം, 4 അറകൾ മാത്രമുള്ള ഈ ഹൃദയത്തിന്റെ അവസ്ഥ. നമ്മുടെ ശരീരത്തിൽ മാംസപേശികളാൽ നിർമ്മിതമായ ഏറ്റവും വലിയ അവയവമാണല്ലോ ഹൃദയം. ഒരു ദിവസം തന്നെ ശരാശരി 1,12,000 കിലോമീറ്റർ ദൂരത്തോളം വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയം
ഒരു മിനിറ്റിൽ ഏകദേശം 5 ലിറ്റർ രക്തം പമ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ 150 മുതൽ 180 വരെ ഹൃദയമിടിപ്പ് ഉണ്ടാകാറുണ്ടെന്നുള്ളതല്ലേ വൈദ്യശാസ്ത്രം. ആരോഗ്യമുള്ള ഒരു വ്യക്തിയിൽ ഒരു മിനിറ്റിൽ കുറഞ്ഞത് 72 പ്രാവശ്യമെങ്കിലും ഹൃദയമിടിപ്പ് നടക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഊണിലും ഉറക്കത്തിലും നടപ്പിലും കിടപ്പിലും എല്ലാം തന്നെ ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും ദൈവത്തിന്റെ അളവറ്റ കരുണയും കൃപയുമാണ് ഇത് പ്രവർത്തിക്കുവാൻ കാരണമെന്നുള്ളതും നാം തിരിച്ചറിയണം. ആ ഹൃദയത്തിൽ എന്തൊക്കെ എന്നുള്ളത് അറിയുവാനായിട്ട് ആർക്ക് കഴിയുമെന്നുള്ളതാണ് തിരുവചനത്തിലൂടെ നാം കണ്ടത്. അതെ, യഹോവയായ ദൈവം പറയുന്നു, യഹോവയ്ക്ക് മാത്രമേ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുവാൻ കഴിയുള്ളൂ. അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുള്ളൂ. നമുക്കറിയാം, പലപ്പോഴും ചില ജീവിതങ്ങളിൽ നാം കാണുന്ന ആ ഒരു പ്രവൃത്തിയും ചിന്തയും എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ്. പലപ്പോഴും ഈ ലോക ജീവിതത്തിൽ നമ്മളായിരിക്കുമ്പോൾ ശാന്തമായിട്ട് ചിന്തിക്കുക, ഹൃദയം തിന്മയുടെ ഉറവിടമാകുന്നുണ്ടോ? തിന്മയുടെ ഉറവിടമാകുന്നുവെങ്കിൽ, അഥവാ സെൽഫ് സെന്റേഡ് ആണ് എങ്കിൽ, അത് ഗോഡ് സെന്റേഡ് ആക്കി തീർക്കുവാനായിട്ട് ഈ അനുഗ്രഹീതമായ നിമിഷങ്ങളിൽ നമുക്കൊരു തീരുമാനമെടുക്കാൻ കഴിയും. അവിടെ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ അതെ നീ ആയിരിക്കുന്ന ഈ നിമിഷം വരെയും അമ്മയുടെ ഉദരത്തിൽ ഒരു ഭാഗം മുമ്പ് തന്നെ അറിഞ്ഞ ദൈവം, അതെ ഈ നിമിഷം വരെയും ഈ ഹൃദയമെടുപ്പ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുവാൻ തക്കവണ്ണം ബലവും ശക്തിയും കൃപകളും അനുഗ്രഹങ്ങളും തന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൈവസന്നദ്ധയിൽ ഞാൻ ആയിരിക്കുമ്പോൾ, ഞാൻ എന്നോട് കേൾക്കുന്ന നിങ്ങളോട് ചോദിക്കണം, ഈ ഹൃദയത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഞാൻ നിറച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് ഒന്ന് അതിനെ പൂർണ്ണമായും മാറ്റുവാനായിട്ട് തീരുമാനമെടുക്കുമോ? എബ്രായ ലേഖനം അതിന്റെ 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്, അവന് മറഞ്ഞിരിക്കുന്ന യാതൊരു സൃഷ്ടിയുമില്ല എന്നുള്ളത്. ദൈവസന്നിധിയിൽ മറഞ്ഞിരിക്കുന്നതായി ഒന്നുമില്ല എന്നുള്ളത് വളരെ മനോഹരമായിട്ട് പറയുകയാണ്. വീണ്ടും സങ്കീർത്തനത്തിൽ തന്നെ 44-ാം സങ്കീർത്തനം അതിന്റെ 21-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ? അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നവനാകുന്നുവല്ലോ. അതുകൊണ്ട് ഉറവിടം ശുദ്ധമായെങ്കിൽ മാത്രമേ പ്രവാഹം അതിന് അനുസരിച്ചാക്കിയുള്ളൂ എന്നുള്ളതാണല്ലോ ചെല്ല്. ഒരു വിശുദ്ധിയുള്ള, ലക്ഷ്യബോധമുള്ള, സമർപ്പണമുള്ള ആ തലമുറയ്ക്ക് ജന്മം നൽകുവാൻ കഴിയണമെങ്കിൽ നിന്റെ ഹൃദയം ശുദ്ധിയുള്ളതായി തീരണമെന്നുള്ളത് ദൈവവേദനെ വളരെ ശക്തമായി ഇവിടെ നമ്മോട് ഈ വാക്യത്തിൽ കൂടി അരുളി ചെയ്യുകയാണ്. പുതിയ നിയമത്തിൽ വളരെ ശക്തമായി നിശ്ചിതമായിട്ട് കർത്താവ് വിമർശിക്കുന്ന ഒരു വിഭാഗമാണല്ലോ പരീശന്മാരുടെയും സാദുക്യരുടെയും കപടഭക്തിയെ സംബന്ധിച്ച്. അന്ന് അവിടെ മാത്രമല്ല, ഇന്ന് നമ്മായിരിക്കുന്ന ലോകത്തിൽ, നമ്മായിരിക്കുന്ന രാഷ്ട്രത്തിൽ, സഭയിൽ, സമൂഹത്തിൽ നമ്മുടെ മനസാക്ഷിയോട് തന്നെ ചോദിച്ചുകൊണ്ട് ഒന്ന് മനനം ചെയ്യുവാനായിട്ട് കഴിയേണ്ടിയിരിക്കുന്നു. അതെ, ആ ഇരുമുഖമുള്ള കാപട്യമുള്ളൊരു മുഖമാണ് എങ്കിൽ അതിനെ ഒന്ന് മാറ്റുവാനായി ദൈവപൈതലെ നിനക്ക് കഴിയുന്നുണ്ടോ? രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിന്റെ 8-ാം അധ്യായം 40-ാം വാക്യത്തിൽ നീ മാത്രമല്ലോ സകല മനുഷ്യപുത്രന്മാരുടെയും ഹൃദയത്തെ അറിയുന്നത് എന്നുള്ളത് വീണ്ടും നമ്മൾ വായിച്ചു കേൾക്കുന്നു. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ ദൈവപൈതലിനോടും ചോദിക്കുന്നു, നിന്റെ ഹൃദയം ആർക്ക് അറിയാം? നിന്റെ മാതാവിനോ പിതാവിനോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ മാതാപിതാക്കൾക്കോ ആർക്ക് അറിയുവാൻ കഴിയും? സർവശക്തനായ ദൈവത്തിന് മാത്രമേ നിന്റെ ഹൃദയം അറിയുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് നീ തിരിച്ചറിയുക. യെരമ്യാ പ്രവചനത്തിന്റെ 18-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, എന്നാൽ യഹോവേ, എന്നെ നീ അറിയുന്നു, എന്നെ നീ കണ്ട് നിന്റെ സന്നിധിയിൽ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്നു. ഓരോ നിമിഷവും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, എന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, എന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സർവശക്തനായ ദൈവം കുഞ്ഞെ നിന്റെ ഹൃദയത്തിൽ നോക്കിയിരിക്കുമ്പോൾ
നീ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ദൈവമാണെന്നുള്ള തിരിച്ചറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ദൈവസന്നദ്ധിയിൽ നിനക്ക് അല്പമെങ്കിലും ഒരു അനുതാപം ഉണ്ടാകുവാൻ തക്കവണ്ണം എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അതിനെ തിരുത്തുവാനായിട്ട് നീ ഇന്ന് ശ്രമിക്കുക. 23-ാം വാക്യം, 139-ാം സങ്കീർത്തനത്തിന്റെ 23-ാം വാക്യത്തിൽ വളരെ മനോഹരമായി അവിടെ ദാവീദ് വീണ്ടും പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിൽ നടത്തുന്നു. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. ഏറ്റവും ആദരനായ തോമസ് കോക്കാപ്പനപ്പലച്ചൻ ഇന്ന് ഈ ധ്യാനത്തിനായിട്ട് അന്വേഷിച്ചപ്പോൾ ഏത് ചിന്തയാണ് ഇന്ന് എടുക്കേണ്ടത് എന്നുള്ള ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ഞാനെടുത്തപ്പോൾ എനിക്ക് ലഭിച്ച ഒരു വാക്യം അതാണ് ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാൻ ഞാൻ വേർതിരിക്കുന്നത്. ഈ ഒരു വാക്യം എന്നെ ബാല്യം മുതൽ തന്നെ സ്പർശിച്ചിട്ടുള്ളൊരു വാക്യം തന്നെയാണ്. അതെവിടെ ആരംഭിച്ചെന്ന് ചോദിച്ചാൽ എൻ്റെ സൺഡേ സ്കൂൾ ക്ലാസ്സിലാണ്. പൊതുവായിട്ടുള്ള ക്ലാസ്സിൽ അന്ന് സൺഡേ സ്കൂളിലെ സാറ് ചൊല്ലിത്തരുന്ന ഒരു വാക്യമാണ്, ഞങ്ങളെ കൊണ്ടെല്ലാം ഒരുമിച്ച് ചൊല്ലിക്കുന്ന ഒരു വാക്യമായിരുന്നു, ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. അദ്ദേഹം പല ആവർത്തി ഇങ്ങനെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിട്ടുള്ള ഒരു വാക്യമാണ്, വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്നുള്ളത്. അന്ന് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയില്ലെങ്കിലും കുഞ്ഞുങ്ങളാ ഞങ്ങളെല്ലാവരും വളരെ ശക്തമായി വളരെ നല്ല ശബ്ദത്തിൽ ഇത് ആർത്ത് ചൊല്ലിയിട്ടുണ്ട്. ഇന്ന് ഇതിന്റെ അർത്ഥം എന്ത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ പ്രിയപ്പെട്ട സാറിനെ ഞാൻ ഇപ്പോൾ സ്മരിക്കുകയാണ്. നമ്മുടെ ഗുരുക്കന്മാര്, നമ്മുടെ അധ്യാപകർ എത്ര ശ്രേഷ്ഠമായിട്ടാണ് ഒരുപക്ഷെ പൈതൽ പ്രായത്തിൽ നമുക്ക് പകർന്നു തരുന്ന ആ ദൈവിക അംശം. ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ തന്നെ എത്രയോ ഗുരുക്കന്മാരെ ഓർക്കുവാനായിട്ടുണ്ട്. ഈ അവസ്ഥയിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയാക്കുന്ന എൻ്റെ ഭൗതികമായിട്ടുള്ള വളർച്ചയിലും ആത്മീയമായിട്ടുള്ള വളർച്ചയിലും നയിച്ചിട്ടുള്ള എത്രയോ ഗുരുക്കന്മാർ ഇവിടെ നിൽക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. ആത്മീയ പിതാവായ കാലയവനേക്കുള്ളിൽ മറഞ്ഞ അഭിമന്യ താനൂസിയോസ് തിരുമനസിനെ ഞാൻ വൈദിക സെമിനാരിയിലേക്ക് പോകുവാനായിട്ടും ഒരു വൈദികനാകുവാനായിട്ടും അനുവാദവും അവസരവും തന്ന അഭിമന്യ തിരുമനസിന്റെ ആ ദീപ്ത സ്മരണകൾക്ക് മുമ്പിൽ ഞാൻ ശിരസ്സ് നമിക്കുകയാണ്. കാരണം ഈ ദേവാലയം ഇത് പുതുക്കി പണിയുവാനായിട്ട് 1999 അന്ന് ബദേല ജോർജച്ചൻ എന്ന് വിളിക്കുന്ന PG ജോർജച്ചനോടൊപ്പം ഇവിടെ അഭിമന്യ തിരുമനസ് കൊണ്ട് ആ ഭാഗത്ത് കല്ലിടുവാൻ തക്കവണ്ണം ഒരുങ്ങിയപ്പോഴാണ് ഞാൻ ഒരു ശമ്മാശനായി ഒരു ദൈവനിയോഗമായി ഇവിടെ വന്നത് ഓർക്കുന്നു. 1999 പണി ആരംഭിച്ചുവെങ്കിലും 2004 ഈ പുതിയ ദേവാലയത്തിന്റെ കൂദാശ നടക്കുന്നത്. അതിന് ശേഷം ആദ്യമായിട്ട് ഇവിടെ ഒരു വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ടൊരു ദൈവനിയോഗവും അനുവാദവും ഭാഗ്യവും ഒക്കെ ലഭിച്ചു നന്ദിയോടെ ഓർക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അഭിമന്യ തിരുമനസിന്റെ ആ ദീപ്ത സ്മരണകളെ എൻ്റെ മനസ്സിനെ ഇങ്ങനെ മതിക്കുന്നത്. എത്രയോ ഗുരുക്കന്മാരാ സഹായിച്ചത് കൊണ്ടാണ്, എത്രയോ ഗുരുശ്രേഷ്ഠന്മാരുടെ നല്ല മൂല്യങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയുന്നത് കൊണ്ടാണ് ഓരോ വ്യക്തിത്വവും ഉയർന്നു വരുന്നത്. ഞാൻ സന്ദർഭവശാൽ എൻ്റെ സ്മരണകൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പിലേക്ക് ഒന്ന് പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം വളരെ മനോഹരമായി ശക്തമായി പറയുന്നുണ്ട്, കുഞ്ഞെ, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ വളർത്തിയിട്ടുള്ള, നിന്നെ ഉയർത്തിയിട്ടുള്ള, നിന്നെ പൈതൽ പ്രായം മുതൽ ഈ നിമിഷം വരെയും കൈ പിടിച്ച് നടത്തിയിട്ടുള്ളവരെ നീ നന്ദിയോടെ ഓർക്കണം. മനോഹരമായി വിശുദ്ധ കുർബാന ക്രമത്തിൽ നിങ്ങളുടെ ആത്മീയ പിതാക്കന്മാരെ ഓർക്കണമെന്ന് എത്ര മനോഹരമായിട്ട് അവിടെ വിവരിച്ചിട്ടുണ്ട്.
ഇവിടെയാണ് പരിശുദ്ധ പരിമല തിരുമേനിയുടെ ആ പെരുന്നാളിന്റെ ഈ ദിനങ്ങളിലുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ചിന്ത. പരിശുദ്ധ പരിമല തിരുമേനിയെ കുറിച്ച് ഏറ്റവും ആദ്യനായ അച്ഛനിവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. 118ാമത്തെ ഓർമ്മ ഇപ്പോൾ ആരംഭം കുറിച്ചുകൊണ്ട് 26-ാം തീയതി കൊടിയേറ്റം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ മുൻ വർഷങ്ങളെ പോലെ നമുക്ക് ആ പെരുന്നാൾ നടത്തുവാനായിട്ട് പരിമിതികളുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിവുള്ള യാഥാർത്ഥ്യമാണല്ലോ. ആ പരിശുദ്ധന്റെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ എത്രയോ മാതൃകാപരമായിട്ടാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളതാണ്. ഞാൻ തൊട്ടു മുമ്പ് സൂചിപ്പിച്ച ഗുരുഭക്തി പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിതത്തിൽ ഓണക്കാവൽ അയ്യ എന്ന് പറയുന്ന അക്ഷരം എഴുതിച്ച ആ ഗുരുവിനെ പിന്നീട് താൻ മെത്രാപ്പൊലീത്ത ആയതിനു ശേഷവും ഭവനങ്ങൾ ചെല്ലുന്ന അവസരത്തിൽ പ്രത്യേകം ക്ഷണിച്ച് ആ ഗുരു വരുമ്പോൾ ദൂരെ നിന്ന് എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ മാനിക്കുക മാത്രമല്ല സന്തോഷത്തോടെ യാത്രയാക്കുന്നവരെയും പരിചരിക്കുന്ന ആ ഒരു സ്വഭാവ വൈശിഷ്ട്യം അവിടെ ആ ജീവചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. തന്റെ പിതൃ സഹോദരനായ ഗീവർഗീസ് മൽപ്പാൻ തനിക്ക് പകർന്നു തന്നിട്ടുള്ള ആ നല്ല ആത്മീയ അംശങ്ങളൊക്കെ തന്റെ ജീവിതത്തിൽ എത്ര ശ്രേഷ്ഠമായിട്ട് അദ്ദേഹം അനുവർത്തിച്ചു എന്നുള്ളതും അറിയാം. കാരണം ആ ഗീവർഗീസ് മൽപ്പാൻ അവിടെ മസൂരി വരുന്ന അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു, കൂടെയുള്ള വൈദിക അഭ്യസനം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഭവനങ്ങളിലേക്ക് പറഞ്ഞയച്ചു. പക്ഷേ ഈ ഗീവർഗീസ് എന്ന കൊച്ചു ശമാശൻ മാത്രം അവിടെ ആ ഭവനത്തിൽ തൻ്റെ ആ ഗുരുവിനെ അഥവാ ഈ മൽപ്പാനെ ശുശ്രൂഷിക്കുവാൻ അവിടെ നിൽക്കുകയാണ്. തനിക്ക് അസുഖം വരുമെന്നോ അല്ലെങ്കിൽ തൻ്റെ ജീവൻ അപകടത്തിലാകുന്നു എന്നും അവിടെ ഗണ്യമാക്കുന്നില്ല. ഇന്ന് ഒരുപക്ഷെ ഈ COVID-19 എന്നുള്ള ഈ മഹാമാരി നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ വാക്സിന് അഥവാ പ്രതിരോധ മരുന്നുകൾ കണ്ടുപിടിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു അന്ന് ഈ മസൂരി രോഗത്തിനുള്ളത് എന്നുള്ളതും നാം പ്രത്യേകം തിരിച്ചറിയണം. ആ ഒരു കാലഘട്ടത്തിലാണ്, ആ ഒരു സന്ദർഭത്തിൽ സാഹചര്യത്തിലാണ് പരിശുദ്ധ പരിമല തിരുമേനി അതിനെ ഒന്നും വകവയ്ക്കാതെ എൻ്റെ ദൈവം കൂടെയുണ്ട്, എനിക്ക് എൻ്റെ ദൈവമാണ് ഏറ്റവും വലുത്, എൻ്റെ മരുന്ന് എൻ്റെ ദൈവം എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭയപ്പെടാതെ അവിടെ തൻ്റെ ഗുരുവിനെ ശുശ്രൂഷിക്കണം. അതെ, എത്രയോ പരിശുദ്ധ ജീവിതം നയിച്ചവരെ നമുക്ക് മാതൃകയായിട്ടുണ്ട്. എങ്ങനെയാണ് അവർക്ക് അപ്രകാരം പരിശുദ്ധ ജീവിതം നയിക്കുവാൻ കഴിഞ്ഞതെന്ന് ചോദിച്ചാൽ, അതെ, യഹോവയാ ദൈവം നോക്കിയപ്പോൾ, ഹൃദയത്തെ നോക്കിയപ്പോൾ അത് പരിശുദ്ധമെന്ന് കണ്ടു, നൈർമല്യം ഉള്ളത് എന്ന് കണ്ടു. പഴയ നിയമത്തിൽ തന്നെ ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 3 യുവാക്കളെ അവിടെ കാണാം. ശദ്രക്, മേശക്, അബേദ്നെഗോ. അവരുടെ വിശ്വാസത്തെ അവിടെ ശക്തമായി ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു മാലിന്യവും വന്ന് ചേരുവാൻ തക്കവണ്ണം വിട്ടുകൊടുക്കാതെ, അനുവദിക്കാതെ അതിശക്തമായി വിശ്വാസത്തിന്റെ കാവൽഭടരായി അവിടെ നിൽക്കുകയാണ്. അവിടെ ദാനിയേൽ 3:26 ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്, അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്, മേശക്, അബേദ്നെഗോവേ ആ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് പുറത്തു വരികയാണ്. രാജാവ് അവനെ 7 മടങ്ങ് ശക്തിയുള്ള തീച്ചൂളയിലേക്ക് വലിച്ചെറിഞ്ഞുവെങ്കിൽ, വലിച്ചെറിയപ്പെട്ടവര് ആ അഗ്നിയുടെ താണ്ഡവത്തിന് വിധേയരായി മരിച്ചു വീണുവെങ്കിൽ അവരുടെ രോമത്തിന് പോലും ഒരു പോറൽ പോലും ഏൽക്കാതെ പുറത്തു വരുവാൻ തക്കവണ്ണം ഇടയായത് നൈർമല്യമുള്ള ഹൃദയത്തിന്റെ ഉടമകളായി വിശ്വാസത്തിന്റെ നല്ല കാവൽഭടരായി അവർക്ക് ജീവിക്കുവാനായിട്ട് കഴിഞ്ഞതിൽ കൂടിയാണ് എന്നുള്ളതും ഈ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു സത്യമാണല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതാനുഭവത്തിൽ എൻ്റെ ഹൃദയം എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് ശോധന ചെയ്യുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുകയാണ്, അകത്തു നിന്ന്, അതേ മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം തുടങ്ങി ജഡത്തിന്റെ പ്രവൃത്തികൾ കടന്നു വരുന്നു. മോഷണവും അത്യാഗ്രഹവും ദുഷ്ടതയും ചതിയും ദുഷ്കർമ്മവും വിടക്കുകണ്ണും ദൂഷണവും അഹങ്കാരവും മൂഢതയും എന്നിങ്ങനെയുള്ള 15 കാര്യങ്ങളെ സംബന്ധിച്ച്
ജഡത്തിന്റെ പ്രവൃത്തികളെ സംബന്ധിച്ച് ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. പരിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു, ജഡത്തിന്റെ പ്രവൃത്തികളോ 5-ാം അധ്യായം 19, 20, 21 വാക്യങ്ങളിൽ അവിടെ ഒന്നൊന്നായി അക്കമിട്ട് നിരത്തുകയാണ്. ഈ ജഡത്തിന്റെ പ്രവൃത്തികളെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് വിവരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാനായിരിക്കുന്ന എൻ്റെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ദൈവപൈതലെ, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്റെ ഹൃദയത്തിലേക്ക് നോക്കുമോ? ഇതിലേതെങ്കിലും അംശം നിന്റെ ജീവിതത്തിൽ അറിയാതെ ഒളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അത് എഴുതെറിയുവാൻ തക്കവണ്ണം, പൂർണ്ണമായിട്ടും അതിനെ ഉന്മൂലനം ചെയ്യുവാൻ തക്കവണ്ണം ഒന്ന് തീരുമാനമെടുക്കുമോ? അതെ, നിന്നെ അതിനായി ദൈവം നിയോഗിച്ചിരിക്കുന്നു. നിന്റെ കയ്യിൽ ഈ പെരുപ്പമുള്ള ജാതികളായ ഈ പറഞ്ഞ കാര്യങ്ങളെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ നീ അതിനെ എഴുതു കളയണം, എടുത്തു കളയണം, നിർമൂലമാക്കി കളയണം, പൊടിച്ചില്ലായ്മ ചെയ്യണം. പറയുവാനായിട്ട് എനിക്ക് എളുപ്പമാണ്, പക്ഷെ അത് പ്രവൃത്തിപഥത്തിൽ എത്തിക്കുവാനായി വളരെയധികം ക്ലേശകരമാണെന്നുള്ള യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം എന്താണ്? ഓരോ നിമിഷവും ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ അറിയാതെ നമ്മളിൽ വന്ന് പെടുന്ന ആ പൊടിപടലങ്ങൾ, നമുക്കറിയാം, രാവിലെയും വൈകിട്ടും ഒക്കെ നമ്മുടെ ശരീരശുദ്ധി വരുത്തുന്നവരാണ്. ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നിയേക്കാം, പക്ഷെ നമ്മൾ അറിയാതെ നമ്മുടെ ഈ സ്കിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ, ലെൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാതെ പറ്റി പിടിച്ചിരിക്കുന്ന ഈ പൊടിപടലങ്ങളെ കാണുവാനായി കഴിയും. അത് സൂക്ഷ്മമായിട്ട് ദർശിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും. അതാണ് ഒരു ഭക്തനാവശ്യം, അതിനെ പുറന്തള്ളുക എന്നുള്ളതാണ്. പരിശുദ്ധ പരിമല തിരുമേനിയോട് പെരുന്നാളിൽ നാം ഒരുങ്ങുമ്പോൾ പ്രത്യേകമായും ഓർക്കണം, പരിശുദ്ധ പരിമല തിരുമേനി യാമപ്രാർത്ഥനകൾക്ക് ഏറെ പ്രാധാന്യം കൊടുത്തിരുന്നു. എത്ര മനോഹരമായി, എത്ര ശ്രേഷ്ഠമായിട്ടാണ് പരിശുദ്ധ പരിമല തിരുമേനി ഓരോ ദിനവും വേർതിരിച്ചിരിക്കുന്നത്. ആ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ, പഠിക്കുമ്പോൾ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേൽക്കും എന്നുള്ളതും, തുടർന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം ശിഷ്യന്മാരെ അഭ്യസിപ്പിക്കുന്നതും, ഓരോ ദിനവും ഓരോ മണിക്കൂറുകളും എത്ര ശ്രേഷ്ഠമായി കൃത്യമായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് അത് ചെയ്യുവാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഞാൻ എന്നോടും കേൾക്കുന്ന നിങ്ങളോടും ഒന്ന് ചോദിക്കുക. അതെ, ആ പരിശുദ്ധ പരിമല തിരുമേനിയുടെ യാമപ്രാർത്ഥനയും ധ്യാന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അനുതാപം എന്നുള്ളതായിരുന്നു. പരിമല തിരുമേനിക്ക് അനുദപിക്കേണ്ടത് ആവശ്യമുണ്ടോ എന്ന് ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ തിരുമേനി അനുദപിച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളത് ആ ജീവചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തിനാണ്? അറിയാതെയെങ്കിലും ഒരു ചിന്ത എൻ്റെ മനസ്സിൽ, എൻ്റെ ബോധമനസ്സിൽ വന്നുവെങ്കിൽ ദൈവമേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ കഴുകി വെടിപ്പാക്കുന്ന അനുഗ്രഹീതമായിട്ടുള്ള പരിശുദ്ധ ജീവിതം നയിച്ച വിശുദ്ധന്മാരുടെ ആ ഒരു മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ അതെ, വളരെ ശാന്തമായി ശക്തമായി നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക, ഇപ്രകാരമുള്ള ഒരു അനുഭവം നമുക്കുണ്ടോ? ഈ ലോകത്തിൽ നാം ആയിരിക്കുന്ന മേഖലകളിൽ, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ശക്തമായി നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കേണ്ടുന്ന ഒരു കാര്യം. COVID-19 എന്നുള്ള മഹാമാരി കഴിഞ്ഞ ഡിസംബർ മുതൽ ആരംഭിച്ചുവെങ്കിൽ അത് ഇവിടേക്ക് വന്നത് ഏകദേശം മാർച്ചോടുകൂടിയാണ് നമുക്കറിയാം. മാർച്ചിൽ വന്നപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു 21 ദിവസം കഴിയുമ്പോൾ ഇത് മാറിപ്പോകും. എത്രയോ 21 ദിവസങ്ങൾ പിന്നിട്ടു. ഇന്ന് ഒക്ടോബർ 2020 ഒക്ടോബർ 28 തീയതി ആയിരിക്കുന്നു. ഇപ്പോഴും നമ്മുടെ സ്കൂളുകൾ ഇവിടെ തുറക്കുവാൻ കഴിയുന്നില്ല, കോളേജുകൾ തുറക്കുവാൻ കഴിയുന്നില്ല. എന്താണ് കാരണം ഞാൻ വിവരിക്കേണ്ടത് ആവശ്യമല്ലല്ലോ. ഒരുപക്ഷെ ഈ നഗ്നനേത്രങ്ങൾ കാണുവാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു കുഞ്ഞൻ വൈറസ് ലോകരാജ്യങ്ങളെ പോലും വിറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഭീതിയിലാഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അതിന് ഒരു പ്രതിരോധ മരുന്ന് ഇതുവരെയും ശക്തമായി കണ്ടെത്തുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ എന്താണ് ഇതിന്റെ കാരണമെന്ന് നാം തിരിച്ചറിയണം. ഞാനും നിങ്ങളൊക്കെ അനുദപിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ കാരണം. യോന പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, നിനവിലേക്ക് പോകുവാൻ നിയോഗിക്കപ്പെട്ട യോന തർശീശിലേക്ക് പോവുകയാണ്. സുഖമായി കപ്പലിന്റെ അടിത്തട്ടിൽ കയറി കിടന്നുറങ്ങുന്ന യോന അവിടെ ഉണ്ടാകുന്ന സംഭവവാസങ്ങൾ അറിയുന്നില്ല. ഏറ്റവും അവസാനം കപ്പിത്താൻ വന്ന് തട്ടി ഉണർത്തിയ, നീ എന്തിനെവിടെ കിടന്നുറങ്ങുന്നത് ചോദിക്കുന്നു. അവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ അതെ നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇന്ന് ഈ ലോകത്തിൽ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടുന്ന പ്രിയമുള്ളവരെ അത് തന്നെയല്ലേ. ഈ ലോകത്തിൽ ഒരുപക്ഷെ ഒന്നിനെയും കൂസാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ
ബെല്ലും ബ്രേക്കും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ ഒരു ബ്രേക്ക് വീണിരിക്കുകയാണ്. നമുക്കറിയാം ബ്രേക്ക് ദ ചെയിനും ഒക്കെ, അതിൻ്റെയൊക്കെ വിശേഷണങ്ങൾ ഞാൻ വിവരിക്കേണ്ടെന്ന് ആവശ്യമില്ലല്ലോ. ഇതിനൊക്കെ ഒരു സ്റ്റോപ്പ് എന്നുള്ള ആ ഒരു ബോർഡ് നമ്മുടെ മുമ്പിൽ കണ്ടിരിക്കുമ്പോൾ അതെ, അവിടെ നീ നിരാശപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. മറിച്ച് അത് പ്രത്യാശയോടുകൂടി ദൈവസന്നിധിയിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്തുവാനായിട്ട് കഴിയും. ആ യഹോവയുടെ സന്നിധിയിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്തുവാൻ കഴിയണം. 14 സങ്കീർത്തനം 5 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അവനിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അതുകൊണ്ട് കാപട്യമുള്ള ആ ഒരു സമൂഹത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുന്നുവെങ്കിൽ, ഈ ലോകത്തിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ, നമുക്കൊന്ന് മനം തിരിയുവാനായിട്ടുള്ള നല്ല നിമിഷങ്ങളായി ഇതിനെ വേർതിരിക്കുവാൻ കഴിയണം. കാരണം കണ്ണുനീരോടുകൂടി, ഉപവാസത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, നോമ്പോടുകൂടി ഓരോ വ്യക്തിത്വവും തിരിച്ചു വരുന്നില്ല എങ്കിൽ, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തിരുത്തുന്നില്ല എങ്കിൽ, ഒരുപക്ഷെ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭീകരമായിട്ടുള്ള അവസ്ഥയിൽ നമുക്ക് വിടുതൽ ലഭിക്കാൻ പ്രയാസമാണ്, ക്ലേശകരമാണ്. ഈ നിമിഷം വരെയും എന്തുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് ഇവിടെ നിൽക്കുവാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ, അനേകരുടെ കണ്ണുനീരും പ്രാർത്ഥനയാണ്, പരിശുദ്ധന്മാരുടെ മധ്യസ്ഥയും പ്രാർത്ഥനയും എന്നുകൊണ്ട് തന്നെയാണ്. യാതൊരു സംശയവുമല്ല. എന്റെ മിടുക്കല്ല, എന്റെ കഴിവല്ല, സമ്പത്തല്ല, യാതൊന്നുമല്ല, മറിച്ച് ദൈവത്തിന്റെ അളവറ്റ കരുണ. അതേ, മാതാപിതാക്കന്മാർ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. ഇന്നില്ലാത്ത സൗകര്യങ്ങൾ എന്ത്, പക്ഷേ പണ്ടുള്ള സൗകര്യങ്ങൾ എന്ത് നാം ചോദിക്കും. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോട് പണ്ടത്തെ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് ഔട്ട് ഓഫ് ഫാഷനാണ്, അല്ലെങ്കിൽ പഴഞ്ചനാണെന്നൊക്കെ പറഞ്ഞേക്കാം. അന്ന് ഇത്ര സൗകര്യങ്ങൾ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കന്മാര് വളരെ ശക്തമായി ദൈവസന്നിധിയിൽ അവരുടെ ആ പ്രാർത്ഥന നടത്തിയിരുന്നു എന്നുള്ളത് നമുക്ക് അറിവുള്ള സത്യമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ ഇന്ന് എനിക്ക് നിങ്ങൾക്കും എത്രമാത്രം അത് ചെയ്യുവാനായിട്ട് കഴിയുന്നു? ഇന്നും അവരുടെയൊക്കെ പ്രാർത്ഥനയും കണ്ണുനീരും കൊണ്ടാണ് നമുക്ക് സുരക്ഷിതമായി നിമിഷം വരെ നിൽക്കുവാൻ കഴിയുന്നത് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട്, അതെ, ഇന്നും തുടർന്നുള്ള തലമുറകൾക്കും ദൈവകരുണ ലഭിപ്പാൻ തക്കവണ്ണം ദൈവ പൈതലേ, നീ നിന്റെ മുഴങ്കാൽ നീ ആയിരിക്കുന്നിടത്ത് ഒന്ന് നടക്കുന്നു. നിന്റെ ഈ ബാഹ്യമായ കണ്ണുകളല്ല, മറിച്ചുള്ളിലെ കണ്ണുകൾ തുറന്നു പിടിച്ചുകൊണ്ട്, അതേ, സ്തെഫാനോസ് സിംഹാസനം അവിടെ ആ മുഴങ്കാൽ മുടക്കി സ്വർഗം തുറന്നിരിക്കുന്ന ദൃശ്യം ദർശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് പോലെ ഉൾക്കാഴ്ചയോടുകൂടി ഉൾക്കണ്ണുകൾ തുറന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ കഴിയും. ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ദൈവസന്നിധിയിൽ അനുതാപമുള്ള ഹൃദയത്തോടെ, ആ മനസ്താപമുള്ള ആ ഒരു ഭാവത്തോടുകൂടി അർപ്പിക്കുവാൻ കഴിഞ്ഞാൽ സ്വർഗം തുറക്കും, അത് സ്വീകരിക്കും, യാതൊരു സംശയമില്ല. ഇവിടെ ഹൃദയവിശുദ്ധിയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്നുള്ളത് നാം തിരിച്ചറിയണം. ഹൃദയവിശുദ്ധിയാണെങ്കിൽ നിശ്ചയമായും അവിടെ നമുക്ക് ഭാരപ്പെടുവാനായിട്ടില്ല. ഒരുപക്ഷെ ലോകപ്രകാരം എല്ലാം വെട്ടിപ്പിടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഓടുന്ന ഒരു പ്രവണതയാണെങ്കിൽ, പ്രാകൃതമാണെങ്കിൽ, അത് തെറ്റ് എന്നുള്ളത് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. മറിച്ച് ദൈവം നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. ഇവിടെ ദാവീദ് മനോഹരമായി ഈ സങ്കീർത്തനത്തിന്റെ വരികളിൽ പറഞ്ഞു, യഹോവയെ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, അതെ, അന്ന് മാത്രമല്ല ഇന്നും അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നെ സ്പർശിച്ചിട്ടുള്ള ഒരു ചിന്ത കൂടി ഇതിനോട് ചേർത്ത് പങ്കുവയ്ക്കട്ടെ. 1 ശമൂവേൽ 1-ാം അധ്യായമാണ്. അവിടെ എൽക്കാനയുടെ ഭാര്യയായിട്ടുള്ള ഹന്നായുടെ ഹൃദയം നിറഞ്ഞുള്ള പ്രാർത്ഥനയാണ്. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരായിരുന്നു, നമുക്കറിയാം. 1 പെനിന്ന, 2 ഹന്ന. പെനിന്നയ്ക്ക് മക്കളുണ്ടായിരുന്നു, പക്ഷേ ഹന്നായ്ക്കോ മക്കളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പല അവസരത്തിലും യാഗത്തിന് അർപ്പിക്കുവാനായിട്ട് എൽക്കാന പോകുന്ന അവസരത്തിലൊക്കെയും ഈ ഒരു വലിയ ഹൃദയവേദന ദൈവസന്നിധിയിൽ അവൾ പകർന്നിരുന്നു. പലപ്പോഴും പലയിടത്തും അവിടെ ദുഷി പരിഹാസമേൽക്കേണ്ടത് വന്നതായി അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹന്ന ആ അവസരത്തിൽ ഹൃദയം നുറങ്ങി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുക. എൽക്കാന പറയുന്നുണ്ട്, എത്ര
ശ്രേഷ്ഠമായുള്ള ഒരു വാക്യമെന്ന് ഞാൻ വായിച്ചപ്പോൾ തോന്നി. അദ്ദേഹം പറയുകയാണ്, നീ എന്തിനാ എന്നെ കരയുന്നേ, നീ എന്തിനാ ഭാരപ്പെടുന്നേ, 10 മക്കളെക്കാൾ നന്നല്ലയോ ഞാൻ നിന്റെ കൂടെ ഉള്ളത്. ധൈര്യപ്പെടുത്തിയ ഭാര്യയെ. പക്ഷേ ഹന്ന അവിടെ നുറങ്ങിയ ഹൃദയത്തോടെ പ്രാർത്ഥിക്കും, കണ്ണുനീരോടുകൂടി വിങ്ങി വിങ്ങി പ്രാർത്ഥിക്കുക. പക്ഷേ തന്റെ അധരം അവിടെ ഒന്ന് ചലിക്കുന്നതല്ലാതെ ഒരു ശബ്ദവും പുറത്തേക്ക് വരുന്നില്ല. ഏലി പുരോഹിതൻ അവിടെ നിന്ന് ഈ ഹന്നായുടെ പ്രാർത്ഥന കണ്ടിട്ട് അത് നോക്കിയിട്ട് വിചാരിക്കുകയാണ്, ഹന്നയ്ക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്. അത് നോക്കിയിട്ട് ഏലി പുരോഹിതൻ പറയാം, നിനക്ക് എത്രമാത്രം ലഹരി പിടിച്ചിരിക്കുന്നു, ഇതെപ്പോഴാണ് മാറുന്നത്? ഉടനെ യജമാനെ, അങ്ങനെയല്ല, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാണ്. തന്റെ അനുഭവം അവിടെ വിവരിച്ചിട്ട് എന്റെ ഹൃദയം ദൈവസന്നദ്ധയിൽ പകുതി അത്രേ ചെയ്തതെന്നുള്ളത് പറഞ്ഞുകൊണ്ട് വിവരിക്കുന്ന ആ ഹന്നായുടെ മുമ്പിൽ ആ പുരോഹിതൻ പറയുന്നുണ്ട്, മകളെ, നീ സമാധാനത്തോടെ പോവുക, ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം. നമുക്കറിയാം അവിടെ ആ ഭാഗത്ത് എത്ര ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഒരുപക്ഷെ വലിയ വാക്ചാതുര്യമൊന്നുമില്ലായിരിക്കാം, പക്ഷേ ഹൃദയം നൈർമല്യമുള്ളതായതുകൊണ്ട്, ഹൃദയം ദൈവസന്നദ്ധയിൽ പകർന്നുകൊണ്ട് അത് അവിടെ വലിയൊരു അനുഗ്രഹം ലഭിക്കുന്നു. പിന്നീട് അത്യുന്ന പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശമൂവേലിനെ തനിക്ക് ഒരു മകനായിട്ട് ഹന്നായ്ക്ക് ലഭിക്കുക. യഹോവേ ദൈവം അവളുടെ ഗർഭപാത്രത്തെ തുറന്നു എന്നുള്ളത് നാം കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, കണ്ണുനീരോടുകൂടിയുള്ള അമ്മമാരുടെ പ്രാർത്ഥന എത്രയോ മക്കളുടെ മനംതിരിവിനിടയായിട്ടുണ്ട്. കണ്ണുനീരോടുകൂടിയുള്ള അമ്മമാരുടെ ആ സമർപ്പണവും പ്രാർത്ഥനയുമാണ് ഇന്ന് എനിക്കും നിങ്ങൾക്കും അനുഗ്രഹം കൈവരുവാനായിട്ട് ഇടയാകുന്നെന്നുള്ളത് തിരിച്ചറിയുവാൻ കഴിയുമോ? അങ്ങനെ പ്രാർത്ഥിക്കുന്ന അമ്മമാരില്ലെങ്കിൽ ഒന്ന് തിരിച്ചറിയുക, അതെ, ഇന്നിന്റെ വെല്ലുവിളികളുടെ കാലഘട്ടത്തിലെങ്കിലും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും. ഈ ലോകത്തിൽ നമുക്ക് എന്തുണ്ട്? ഒന്നുമില്ല. ദൈവം തന്നതല്ലാതെ എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് ഞാൻ പറയും. എൻ്റെ ഈ കരങ്ങളൊന്ന് ചലിപ്പിക്കുവാൻ കഴിയുന്നത്, ഈ നാവൊന്ന് ചലിപ്പിക്കുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ വലിയ കരുണയും കൃപയും ഒന്ന് മാത്രമാകുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ നമുക്ക് പുകഴുവാനായിട്ട് എന്തുണ്ട്? ഒന്നുമില്ല. വലിയൊരു സീറോയാണ്. പക്ഷേ ആ വലിയ സീറോയാണ് ദൈവത്തിന് ആവശ്യം. ഇപ്പുറത്ത് ഒന്നാകുന്ന ദൈവം കൂടെ ഉണ്ടെങ്കിൽ അത് ആ സീറോയ്ക്ക് വാല്യൂ ഉണ്ട്. അവിടെ ഒന്നുമില്ലെങ്കിലും നീ അവിടെ ഭാരപ്പെടണമെന്ന് ആവശ്യമില്ല. ഈ COVID-19 എന്ന പശ്ചാത്തലത്തിൽ അനേകരുടെ ജോലി നഷ്ടപ്പെട്ടു പോകുന്നു. ജോലി ലഭിക്കുമോ എന്ന് വിചാരിച്ചിട്ട് അതിന് സാധിക്കാതെ ഭാരപ്പെടുന്നവരുണ്ട്. നാട്ടിലേക്ക് വരുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട്. ചുരുങ്ങിയ ഈ നാളുകൾക്കുള്ളിൽ തന്നെ ഒത്തിരി അനുഭവങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. പ്രാർത്ഥനാ വിഷയങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് പ്രത്യേകമായിട്ട് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നു. ഒരുപക്ഷെ സ്വന്തം പിതാവിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ കഴിയാതെ, വിദേശത്തു നിന്ന് വരുവാൻ കഴിയാതെ യാത്രയാക്കേണ്ടി വരുന്ന മകളുടെ ദയനീയമായിട്ടുള്ള ചിത്രം, മക്കൾ അരികിലില്ലാതെ ഒരുപക്ഷെ പിതാവിന്റെ സംസ്കാരം നടത്തേണ്ടി വരുന്ന ഒരു അമ്മയുടെ ദയനീയമായിട്ടുള്ള ആ ഒരു ചിത്രം, ഒത്തിരി ഭാവങ്ങളില്ലേ? അതെ, നമുക്ക് ചുറ്റുപാടും എത്രയോ സംഭവങ്ങൾ ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ദൈവം ഇതിനെ അവിടെ നീ ഭാരപ്പെടണമെന്ന് ആവശ്യമില്ല. ദൈവം നിന്റെ കൂടെയുണ്ടെന്നുള്ളത് തിരിച്ചറിയുക. ഈ 139 സ്ത്രീകത്തിന് വളരെ ശക്തമായി പറയുന്നു, സർവശക്തനാണ്, സർവവ്യാപിയാണ്. ദൈവം എല്ലായിടത്തും നിന്റെ കൂടെയുണ്ട്. നിന്റെ കൂടെയുള്ള ദൈവം അതെ നിന്നെ ബലപ്പെടുത്തുന്നുവെങ്കിൽ അവിടെ നീ ഭാരപ്പെടണമെന്ന് ആവശ്യമില്ല. ഒന്നാവശ്യമാണ്, നൈർമല്യമുള്ള ഹൃദയം ആവശ്യമാണ്. 51 സങ്കീർത്തനത്തിൽ ദാവീദ് വളരെ മനോഹരമായി പാടി പറയുന്നുണ്ട്, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരമായൊരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ. ശിവ നമസ്കാരത്തിൽ വ്യാഴം സന്ധ്യയിൽ മനോഹരമായി പാടുന്ന വരികൾ വേറെ അർത്ഥവത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ആവർത്തിച്ച് പാടുകയും ചെയ്തിട്ടുണ്ട്. നിർമ്മലരിൽ കനിയും നിർമ്മലനാം ദേവാ, ഞങ്ങൾക്കെന്നും നൽകണമേ നിർമ്മല ഹൃദയം. നിൻ പ്രീതിക്കെതിരാ പാഴാം ചിന്തകളും ദുഷ്ടവികാരവും എങ്ങളിൽ നിൻ
ദൈവം നോക്കുന്നത് ഇത് നൈർമല്യമുള്ള ഹൃദയത്തിലേക്കാണ്. ഓരോ നിമിഷവും അറിഞ്ഞു അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ വന്നു ചേരുന്ന പൊട്ടിപ്പടലങ്ങളെ പുറന്തള്ളുവാനായി ഈ ലോകത്തിന്റെ ഇമ്പങ്ങളെ, മായാക്കാഴ്ചകളെ, ആസ്വാദനങ്ങളെ അറിഞ്ഞു അറിയാതെയോ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായും പുറന്തള്ളുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക മാത്രമേ പരിഹാരമുള്ളൂ. ദൈവസന്നിധിയിൽ അനുദപിച്ചുകൊണ്ട് യാചിക്കുക മാത്രമേ നമുക്ക് പരിഹാരമായിട്ടുള്ളൂ. അതുകൊണ്ട് ഈ അനുഗ്രഹീതമായ ധ്യാനത്തിൽ, പ്രതിവാര ധ്യാനത്തിൽ ജീവമന്ന എത്ര ശ്രേഷ്ഠമായിട്ടുള്ള നാമമാണ് ഈ ധ്യാനത്തിന് അഭിമന്യ തിരുമനസ്സുകൊണ്ടും പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠൻ, പ്രിയപ്പെട്ട അച്ഛനും ചുമതലക്കാരും നൽകിയിരിക്കുന്നത്. അതെ, ദൈവം തന്റെ ജനത്തെ മരുഭൂ പ്രയാണത്തിൽ നടത്തിയ അവസരത്തിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിട്ട് അവരെ വഴി നടത്തി നമുക്കറിയാം. മന്നയുടെ വിവരണം ഇവിടെ ആവശ്യമില്ലല്ലോ. എന്നാൽ ഇന്ന് ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ നമുക്ക് വീണ്ടും ഇത് ആവശ്യമായിരിക്കുന്നു, ജീവമന്ന. ഇവിടെ ഞാൻ ഓർക്കുന്നത് സഭാരത്നം അഭിമന്യ ഗീവർഗീസ് മാർ അസ്താത്യോസ് തിരുമേനിയാണ്. തിരുമേനിയുടെ ശ്രേഷ്ഠമായിട്ടുള്ള പാട്ടിന്റെ വരികളാണ് ഞാൻ ഓർക്കുന്നത്. അതിപ്രകാരമാണ്: യേശുവേ എൻ്റെ ഹൃദയം നിന്റെ രാജധാനിയായി തീരണേ, ആശിഷം നൽകി കേടുകൾ പോക്കി രാജാവായെന്നു വാഴണേ, ആശിഷം നൽകി കേടുകൾ പോക്കി രാജാവായെന്നു വാഴണേ. തിരുമേനി ഇത് പാടുമ്പോഴാണ്, സെമിനാരിയിലും തന്റെ പ്രസംഗത്തിലും ഒക്കെ പാടുമ്പോഴാണ് ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വളരെ ആത്മീയമായിട്ടുള്ള ആ ചൈതന്യം ലഭിച്ചിട്ടുണ്ട്. ചിന്തിക്കുമ്പോഴാണ് ഇതിന്റെ ആ ശ്രേഷ്ഠത മനസ്സിലാകുന്നത്. ദൈവമേ, അവിടുന്ന് വന്ന് വസിക്കുവാനായിട്ടുള്ള ഒരു രാജധാനിയായി എൻ്റെ ഹൃദയം വേർതിരിക്കണമേ. എന്തെങ്കിലും കേടുകളുണ്ടെങ്കിൽ, കുറവുകളുണ്ടെങ്കിൽ അതൊന്ന് കേടുപാടുകൾ പോക്കി രാജാവായി ദൈവമേ അങ്ങ് വന്ന് വാഴണം. ജീവമന്ന, അതെ, ജീവനുള്ള ബലി എന്ന് പറയുന്നത് നമുക്കറിയാം. കർത്താവിന്റെ തിരുശരീരങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന വിശുദ്ധ കുർബാന. ആ ഒരു അനുഭവത്തിലേക്ക് മഹാമാരിയിൽപ്പെട്ട് വിറങ്ങലിച്ചു നിൽക്കുന്ന, നിരാശപ്പെട്ട് നിൽക്കുന്ന, പ്രാതികൂല്യ അവസ്ഥയിൽ നിൽക്കുന്ന ഓരോ ദൈവ പൈതലിനും ഈ ജീവമന്ന, അതെ, നിന്റെ ഹൃദയത്തിൽ രാജാവായി വാഴുവാൻ തക്കവണ്ണം ഇടയാകണമെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാം കുറവുള്ളവരാണ്. നമ്മളാരും നീതിമാന്മാരല്ല, പാപികളാണല്ലോ. എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തി അതിനെ പരിഹരിക്കുവാനായിട്ട് വേണം. ഇവിടെ 139 സംഘത്തിൽ ദാവീദ് യഹോവേ നീ എന്നെ ശോധനയിൽ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ 23 വാക്യത്തിൽ പറയുന്നു, വീണ്ടും വളരെ മനോഹരമായിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. ആദ്യം പറഞ്ഞിരിക്കുന്നു അറിഞ്ഞിരിക്കുന്നു, പക്ഷെ വീണ്ടും ഒരു പ്രാർത്ഥനയാണ്. യഹോവയുടെ സന്നിധിയിൽ, ദൈവസന്നിധിയിൽ ദൈവത്തിന് ഇഷ്ടമുള്ളതാണ് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. ഒരു പ്രാർത്ഥനയായി അദ്ദേഹം സമർപ്പിക്കുക, ദൈവമേ, ഈ അനുദിന ജീവിതത്തിൽ എവിടെയെങ്കിലും എനിക്ക് കുറവുകൾ ഉണ്ടെങ്കിൽ, കേടുപാടുകൾ ഉണ്ടെങ്കിൽ ഇത് തിരുത്തുവാൻ തക്കവണ്ണം, അത് തിരിച്ചറിഞ്ഞ് പൂർണ്ണമായിട്ടും അതിനെ കേടുപാടുകൾ പോക്കി തിരുത്തുവാൻ തക്കവണ്ണം എന്നെ സഹായിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന. ഇതാണ് എനിക്കും നിങ്ങൾക്കും, എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഈ അനുഗ്രഹീതമായിട്ടുള്ള സുദിനത്തിൽ നാം ആയിരിക്കുമ്പോൾ, ഈ ദൈവവചന ശുശ്രൂഷയിൽ നാം ആയിരിക്കുമ്പോൾ, എൻ്റെ ഹൃദയം ദൈവമേ അവിടുന്ന് വന്ന് വസിക്കുവാനായിട്ടുള്ള ഒരു രാജധാനിയായി ഞാൻ വിട്ടുതരുന്നെന്ന് തീരുമാനമെടുത്ത് ഒന്ന് കൊടുക്കുവാൻ കഴിയുമോ? അതിന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ ഒരു ചിന്ത കൂടി പങ്കുവെച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇവിടെ 139 സങ്കീർത്തനത്തിൽ 13 മുതലുള്ള വാക്യങ്ങൾ വളരെ മനോഹരമായിട്ട് നാം കാണുന്നുണ്ട്. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ദുരത്തിൽ നീ എന്നെ മടഞ്ഞു. ഒരു കരുതുന്ന ദൈവം, സൃഷ്ടിക്കുന്ന ദൈവം അവിടെ കരുതുകയാണ്. തുടർന്നുള്ള വാക്യങ്ങൾ ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ദൈവമേ നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ
രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നു. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. പ്രിയമുള്ളവരെ, ഈ ലോക ജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ എത്ര ശ്രേഷ്ഠമായിട്ടുള്ള ചിന്തയാണ് 9/11 എന്ന് പ്രത്യേകമായിട്ട് ലോകം വിശേഷിപ്പിക്കുന്ന വേൾഡ് ട്രേഡ് സെന്റർ തകർന്നതിന് ശേഷമാണല്ലോ ലോകരാജ്യങ്ങളിലൊക്കെ സെക്യൂരിറ്റി സിസ്റ്റം കുറച്ചുകൂടി എന്ന് ശക്തിപ്പെടുത്തിയത്. ഒരുപക്ഷെ എൻ്റെ അറിവിൽ ഈ തമ്പംപുരുഷനും അങ്ങനെയുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പരിശോധനകൾ പിന്നീടാണ് ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് പരിശോധനകൾ ഉണ്ടായിരുന്നെങ്കിലും അത്ര ശക്തമായിരുന്നില്ല എന്നുള്ളത് തോന്നുന്നു. ഇവിടെ ഒരുപക്ഷെ ഒപ്പിടുവാൻ കഴിയാത്ത ആയിട്ടാണോ നമ്മുടെ ഈ വിരൽ അടയാളമൊക്കെ അവിടെ പ്രത്യേകം രേഖപ്പെടുത്തുന്നത്. ഈ ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നു കഴിഞ്ഞാലും എവിടെയായിരുന്നാലും അതെ, ഒരു സെക്കൻഡുകൾ കൊണ്ട് എന്നെയും നിങ്ങളെയും തിരിച്ചറിയുവാൻ കഴിയുന്ന ആ ഒരു പ്രത്യേകത ഓരോ വ്യക്തിയിലുമുണ്ട്. ഈ ലോകത്തുള്ള കോടാനുകൂടി ജനങ്ങളുടെ ഓരോ ചിത്രവും വെച്ച് നോക്കുമ്പോൾ ഒന്നുപോലെ അല്ല മറ്റൊന്ന് എന്നുള്ളതാണല്ലോ ഇവിടെ പ്രത്യേകത. ഇവിടെയാണ് ഈ വാക്യത്തിന്റെ പ്രസക്തി. അതെ, എത്ര ഭയങ്കരം അതിശയകരമായി ഞാൻ നിന്നെ നിർമ്മിച്ചിരിക്കുന്നു. പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. അവിടെ മടഞ്ഞു. നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു പക്ഷേ നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ രേഖപ്പെടുത്തി ഇന്നതുപോലെ വേണമെന്ന് പറഞ്ഞിരുന്നു? ഇല്ല. ഈ രൂപവും ആകൃതിയും ഭാവവും ഒക്കെ ദൈവത്തിന്റെ തിരികതമനുസരിച്ചത് പൂർത്തീകരിക്കപ്പെട്ടത്. എന്റെയും നിങ്ങളുടെയും ജീവിത അനുഭവത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ അതിശയകരമായിട്ട് ഈ നിമിഷം വരെയും കാത്തുപരിപാലിച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. അതെ, ആ കരുതുന്ന ദൈവത്തെ എത്രമാത്രം സ്തുതിച്ചാൽ നമുക്ക് മതിയാകും. ഇവിടെ വളരെ ശക്തമായിട്ട് യഹോവയുടെ കരുതലിനെ കുറിച്ച് സങ്കീർത്തനക്കാരൻ സ്തുതിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുകയാണ്. കരുതുന്ന ദൈവത്തെ വിശുദ്ധ വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ അങ്ങോളം എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 6, 7, 8 വാക്യങ്ങളിൽ അബ്രഹാം, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ചിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വാർദ്ധക്യത്തിൽ ലഭിച്ച ഒരു മകൻ, നമുക്കറിയാം ഇസഹാക്ക്. അതുവരെയും മക്കളില്ലാതിരുന്നു. വാർദ്ധക്യത്തിൽ ഒരു മകനെ ലഭിച്ചപ്പോൾ യഹോവയെ ദൈവം പറയുകയാണ്, അതെ, ഞാൻ നിനക്ക് തന്ന മകനല്ലേ ഇസഹാക്ക്, അവനെ കൊണ്ട് മോറിയ ദേശത്ത് പോയി ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്ത് എനിക്ക് യാഗം അർപ്പിക്കുക. 2 ബാല്യക്കാരെയും കൂട്ടി യാഗത്തിനായി പുറപ്പെട്ടു. 3 ദിവസം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ദൂരെ നിന്ന് ആ സ്ഥലം മനസ്സിലാക്കി ബാല്യക്കാരോട് പറയുന്നു, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞങ്ങൾ പോയി യഹോവയ്ക്ക് അത് പ്രാർത്ഥന കഴിച്ചിട്ട് വരട്ടെ, യാഗം അർപ്പിച്ചിട്ട് വരട്ടെ. ഇസ്ഹാക്ക് ഒരു നിമിഷം ഈ സ്നേഹവാനായ പിതാവിന്റെ കണ്ണിലേക്ക് നോക്കി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പ യാഗത്തിനുള്ള വിറകുണ്ട്, യാഗത്തിനുള്ള തീ കത്തിക്കുവാനായിട്ടുള്ള ആ തീയുണ്ട്, പക്ഷേ മൃഗം എവിടെ? ഒരു നിമിഷം ഈ പിതാവിന്റെ ആ ചങ്ക് പിടഞ്ഞു കാണുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷേ അവിടെ വളരെ സൗമ്യമായി ഒപ്പം വിശ്വാസത്തോടുകൂടി പറയുകയാണ്, കുഞ്ഞെ, യാഗത്തിനുള്ള മൃഗത്തെ ദൈവം ഒരുക്കിക്കോളും. അത് കരുതുന്ന ദൈവത്തെ അവിടെ കാണുവാൻ കഴിയുന്നു. വേദനയോടുകൂടിയാണ് അവിടെ അബ്രഹാം ഇസ്ഹാക്കിനെ ആ യാഗപീഠത്തിന്മേൽ കയറ്റി കിടത്തി ആ കത്തിയെടുത്ത് ഓങ്ങുന്നതെങ്കിൽ ആ നിമിഷം തന്നെ അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചുകൊണ്ട്, ബാലന്റെ മേൽ നീ കൈവയ്ക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അതെ യാഗത്തിനുള്ള ആടിനെ അവിടെ കാട്ടിക്കൊടുക്കുക. തിരിഞ്ഞു നോക്കുമ്പോൾ അതെ ഒരു കുഞ്ഞാടവിടെ കുരുങ്ങിക്കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്ന അബ്രഹാം യാഗത്തിനുള്ള ആ അവസ്ഥയിൽ ഇസ്ഹാക്കിനെ അവിടെ നിന്ന് മാറ്റി ആ കുഞ്ഞാടിനെ അവിടെ യാഗം അർപ്പിച്ച് തിരികെ മടങ്ങുന്നതായി കാണുന്നു. യഹോവയെ അനുസരിക്കുന്ന, ദൈവത്തെ അനുസരിക്കുന്ന ആ ഒരു ചിത്രം അവിടെ കാണുവാൻ കഴിയുമ്പോൾ അവിടെ ദൈവം അവിടെ കരുതും എന്നുള്ളതും ഓർത്തുകൊള്ളുക. ദൈവത്തെ അനുസരിക്കാതിരിക്കുന്ന ഒരു തലമുറയാണെങ്കിൽ ഇന്നിന്റെ ലോകത്തിന്റെ വെല്ലുവിളികൾ ഒരു പക്ഷെ അതുകൊണ്ടാണെങ്കിൽ
ഞാനും നിങ്ങളും ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവരാണോ? ദൈവകൽപ്പനകൾ സ്വീകരിക്കുന്നവർ ആകുന്നു, അതിനനുസരിച്ച് നടക്കുന്നവരാണോ? എങ്കിൽ അവിടെ ദൈവം കുഞ്ഞിനെ കരുതിക്കൊള്ളുമെന്നുള്ളത് തിരിച്ചറിയുക. ഒരുപക്ഷെ എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവവേദലെ സാമ്പത്തികമായി നീ ക്ലേശം അനുഭവിക്കുന്നുണ്ടോ? മാനസികമായി നീ ഭാരം അനുഭവപ്പെടുന്നുണ്ടോ? കുടുംബപരമായി നീ വേദനിക്കുന്നുണ്ടോ? വിദ്യാഭ്യാസപരമായി നീ ആകുലപ്പെടുന്നുണ്ടോ? ഒരുപക്ഷെ എല്ലാം താളം തെറ്റിയെന്ന് വിചാരിച്ചുകൊണ്ട്, ഇതുവരെയുള്ള കണക്കൂട്ടുകളെല്ലാം തകർന്നടിഞ്ഞെന്ന് വിചാരിച്ചുകൊണ്ട് നിരാശനാകുന്നുണ്ടോ? ആവശ്യമില്ല എന്നുള്ളത് എന്നെയും നിങ്ങളെയും ഈ തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്. എന്ത് വേണം? നൈർമല്യമുള്ള ഹൃദയത്തോടെ ദൈവകൽപ്പനകൾ അനുസരിക്കണം. ദൈവശബ്ദം കേൾക്കുക, അതനുസരിക്കുക. അങ്ങനെയാകുമ്പോൾ ദൈവം കരുതിക്കൊള്ളും. മരുഭൂമിയിൽ അതേ 40 സംവത്സരം എത്ര ശ്രേഷ്ഠമായിട്ടാണ് ദൈവജനത്തെ അവിടെ യഹോവയായ ദൈവം വഴി നടത്തുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതിന്റെ വിവരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഏലിയാവിനെ കരുതുന്ന മനോഹരമായിട്ടുള്ള ഒരു ചിത്രം അവിടെ നമുക്ക് കാണുവാൻ കഴിയും. പുറപ്പാട് പുസ്തകത്തിൽ അതിന്റെ 14-ാം അധ്യായം 13-ള്ള വാക്യങ്ങളിൽ യഹോവയുടെ സന്നദ്ധിയിൽ പിറുപിറുത്തുകൊണ്ട്, മോശയുടെ മുമ്പാകെ പിറുപിറുത്തുകൊണ്ട്, ഇതിനേക്കാൾ ഭേദം ഞങ്ങൾക്ക് ഫറവോന്റെ അടിമത്തത്തിൽ കിടന്ന് മരിക്കുന്നതായിരുന്നു. ഈ മരുഭൂമിയിൽ വന്ന് മരിക്കേണ്ടത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുന്ന പിറുപിറുക്കുന്ന ജനം എവിടെയാണെന്ന് അറിയാമോ? ചെങ്കടലിന്റെ അരികിൽ വന്ന. കാരണം ഫറവോനും സൈന്യവും ഇവരോട് ചേർന്ന് അടുത്ത് വരികയാ, ഓടി വരികയാ. ഇവരെ നശിപ്പിക്കും, ഇവരെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുമെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടാണ് അവർ ഭയപ്പെട്ടുകൊണ്ട് അത് പറയുന്നത്. അവിടെ മോശെ യഹോവയുടെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമോടെ അത്ഭുതം പ്രവർത്തിക്കാൻ നമ്മൾ കാണുന്നുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന വരികളാണ്. എത്ര ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പാട്ടിന്റെ വരികൾ ഓർത്തു പോകുന്നുണ്ട്. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ, ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനെന്നും ശക്തനല്ലയോ, ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനെന്നും ശക്തനല്ലയോ. അവിടെ ഇസ്രായേൽ ജനം അതെ ആ കടലിന്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടി സുരക്ഷിതമായിട്ട് അക്കരെ ചെല്ലുന്നതായി തിരുവചനം ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നുണ്ട്. നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ തൊട്ടുമുമ്പിൽ ചെങ്കടലിന്റെ അനുഭവമാണെങ്കിൽ ദൈവശബ്ദം കേൾക്കുന്ന ദൈവപൈതലെ നിശ്ചയമായും തിരിച്ചറിയുക, നീ തകർന്നു പോകരുത്. ദൈവത്തിന്റെ സന്നദ്ധിയിൽ നൈർമല്യമുള്ള ഹൃദയത്തോടെ ദൈവകൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് നീ ദൈവത്തോട് നിലവിളിച്ചാൽ മാത്രം മതിയാകും. അവിടെ മരുഭൂമിയിൽ നീരുറവയെ ഉളവാക്കുവാനായിട്ട് ആർക്ക് കഴിയുമെന്ന് ചോദിച്ചാൽ ദൈവത്തിനാണ്. ഹാഗാറിന്റെ കരച്ചിൽ, ഇസ്മായിലിന്റെ ആ നിലവിളി അവിടെ കാണുന്നുണ്ടല്ലോ. ഹാഗാറിന്റെ കരച്ചിൽ കണ്ടപ്പോൾ ഒരുപക്ഷെ അവിടെ യഹോവയാ ദൈവം നീരുറവയെ കൊടുത്തെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നു ആ കുഞ്ഞിന്റെ, ആ പൈതലിന്റെ നിലവിളിയാണ്. ഇന്ന് ലോകത്തിന് ആവശ്യമായിരിക്കുന്നത് അതേ നിഷ്കളങ്കമായിട്ടുള്ള നിലവിളിയാണ്. അവിടെ ദൈവം നീരുറവുകളെ തുറന്നു തരും. മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്ത് ആരും സഹായത്തിനില്ല എന്ന് വിചാരിക്കുന്ന സന്ദർഭത്തിൽ അതെ സഹായത്തിനായി നീ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായി ദൈവം ഒരുക്കിക്കൊള്ളും. COVID-19 എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു പിതാവിനോട് ഈ കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞ ഒരു അനുഭവം, അദ്ദേഹത്തിന്റെ പേരോ സ്ഥലമോ ഒന്നും പറയുകയല്ല. അദ്ദേഹം പറഞ്ഞു, പോസിറ്റീവാണ് എന്ന് അറിഞ്ഞപ്പോൾ ചുറ്റുപാടുമുള്ളവരൊക്കെ അറിയാവുന്നവർ, പക്ഷേ എല്ലാവരും ഓടി അകലുക, ഭീതിയോടെ എല്ലാവരും ഓടി അകലുക. ആരെങ്കിലും ഒരു സഹായത്തിനുണ്ടോ? പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ഈ നാടുകളിൽ ശബ്ദം കേൾക്കുന്ന ദൈവവേദലെ ഇപ്പോൾ ഒരുപക്ഷെ ആരോഗ്യ പ്രവർത്തകരായി എത്രയോ മാസങ്ങളായി വിശ്രമം പോലും ലഭിക്കാതെ ഇപ്രകാരമുള്ള രോഗികളെ ശുശ്രൂഷിക്കുന്ന ദൈവവേദലെ, ദൈവം തന്നെ ഇവിടെ ശക്തീകരിച്ച അതിനായി നിയോഗിച്ചിരിക്കുക. ഒരുപക്ഷെ നിസ്സഹായരായി
നിരാശരായി നിരാലംബരായി നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ഒരു ദൈവദൂതനെ പോലെ ദൈവ ശബ്ദവും പരിലാളനയും നൽകുവാൻ തക്കോണം ദൈവം നിന്നെ അവിടെ നിയോഗിച്ചിരിക്കുകയാണ്. ദൈവം അവിടെ അനുഗ്രഹം നിനക്ക് നൽകും. ആരോഗ്യ പ്രവർത്തകരായാലും അതിനുവേണ്ടി അക്ഷീണം എത്തിച്ചുകൊണ്ടിരിക്കുന്ന അധികാരികളായാലും അല്പമായ അധികമായതിനു വേണ്ടി പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഞാൻ സൂചിപ്പിച്ച പിതാവിനോട് പറഞ്ഞൊരു കാര്യം, അതെ, ആരും സഹായത്തിനെല്ലാം വിചാരിക്കുമ്പോൾ ആംബുലൻസിൽ കയറ്റി കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ അവിടെയൊക്കെയും ദൈവം ഓരോരുത്തരെയും നിയമിച്ചാക്കിയിട്ടുണ്ടായിരുന്നു സഹായത്തിനായി. ആരോഗ്യത്തോടെ അദ്ദേഹം ഭവനത്തിൽ സന്തോഷത്തോടെ വിശ്രമിക്കുന്നുണ്ട്. ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്കും മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടാകും. അവിടെയൊക്കെയും ദൈവമാണ് പ്രവർത്തിക്കുന്നത്, ദൈവമാണ് കരുതുന്നത്. തകർന്നു പോകരുതേ. അതെ, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി സഹായകനായി ദൈവം കൂടെയുണ്ട്. സങ്കീർത്തനക്കാരൻ പാടുന്നുണ്ടല്ലോ. സാരഭാത്തിലെ ഏലിയാവിന്റെ അനുഭവം നമുക്ക് ദൃഷ്ടാന്തമാണല്ലോ. ക്ഷാമകാലത്ത് യഹോവയെ ദൈവം പോറ്റി പുലർത്തുന്ന പരിപാലിക്കുന്ന കാഴ്ച. അത് ഭയപ്പാടിന്റെ നടുവിലൊക്കെ ആയിരിക്കുമ്പോൾ കരുതുന്ന ദൈവത്തെ, എത്ര അതിശയകരമായി വഴിനടത്തുന്ന ദൈവത്തെയാണ് നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം ദർശിക്കുവാൻ കഴിയുന്നത്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ പെരുന്നാളിന്റെ ഈ ദിനങ്ങളിൽ പരിശുദ്ധ തിരുമേനിയുടെ ആ ജീവചരിത്രത്തിലുള്ള ഒരു ഭാഗനെ ആകർഷിച്ചിട്ടുണ്ട്, സ്പർശിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും അറിയാവുന്നത് തന്നെയാണ്. അവിടെ കൃത്യനിഷ്ഠയോടുകൂടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ പരിമല തിരുമേനി ഒരു ദിവസം വൈകിട്ട് സന്ധ്യാനമസ്കാരം കഴിഞ്ഞ രാത്രിയിൽ പ്രിയപ്പെട്ട ശുശ്രൂഷകർ വന്ന് പറഞ്ഞു, നാളത്തേക്ക് ആഹാരത്തിന് വകയൊന്നുമില്ല. ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ പരിശുദ്ധ പരിമല തിരുമേനിയുടെ നാമത്തിൽ ആദ്യം സ്ഥാപിതമായ ദേവാലയത്തിലാണ് നിൽക്കുന്നത്. 2004 മുതൽ 2007 വരെ ഇവിടെ ശുശ്രൂഷ ചെയ്യുവാനായി ദൈവം ഒരവസരം തന്നപ്പോൾ, അഭിമന്യ തിരുമനസ്സുകൊണ്ട് അതിന് അനുവാദം തന്നപ്പോഴാണ് ഇത് കുറച്ചുകൂടി ഈ ദേവാലയത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. സഭയുടെ കാതോലിക്ക രത്നദീപം പുത്തൻകാവൽ കൊച്ചി തിരുമനസ്സുകൊണ്ട് 1942 ഈ ഇന്ന് കാണുന്ന ഈ ദേവാലയം, ഇതിനു മുമ്പുള്ള ദേവാലയം കൂദാശ ചെയ്യുവാനായിട്ട് ആരംഭിച്ചപ്പോൾ അദ്ദേഹം ആദ്യം ഉരുവിടുവാൻ വന്നത് ഗീവർഗീസ് എന്നാണ് പറയുന്നത്. പക്ഷേ പറഞ്ഞപ്പോൾ അത് ഗ്രീഗോറിയസ് ആയി. നമുക്കറിയാം, സഭയുടെ നിയമം അനുസരിച്ച് പരിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരാളുടെ നാമത്തിൽ ദേവാലയം സ്ഥാപിക്കുവാൻ അനുവാദമില്ല. പിന്നീടുള്ള സുന്നതദോസിൽ പ്രത്യേക അനുവാദത്തോടുകൂടി അഭിമന്യ തിരുമനസ്സ് ഇത് സമർപ്പിച്ച് ഈ അനുവാദം നേടിയെടുത്തത് ദൈവനിയോഗമായിരുന്നു. കാരണം ഈ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ ദേവാലയത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ ഇവിടെ ഏതവസ്ഥയിലായിരുന്നു? പുതയൽക്കുളമായിരുന്നു. മലങ്കര സഭയുടെ ഗാനകോകിലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാതോലിക്ക രത്നദീപം പുത്തൻകാൽ കൊച്ചി തിരുമനസ്സുകൊണ്ട് ഈ ദേവാലയത്തിൽ ഇവിടെ വന്ന് ത്യാഗം സഹിച്ചതും യാതന സഹിച്ചതും അതിനുശേഷം അഭിനേതാനസിസ് തിരുമനസ്സുകൊണ്ട് ഈ ഒരു ഭാവത്തിൽ മനോഹരമായി ഇതിനെ പണിതുയർത്തിയതും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആചാര്യ ശ്രേഷ്ഠരെയും അതിനുവേണ്ടി അക്ഷീണം വ്യക്തിച്ച് വിശ്വാസ സമൂഹത്തെയൊക്കെ ഈ തരുണത്തിൽ നന്ദിയോടെ ഒരു നിമിഷം ഓർത്ത് ശിരസ്സു നമിക്കുകയാണ്. ഇവിടെ പരിശുദ്ധ പരിമല തിരുമേനിയുടെ നാമത്തിൽ ആദ്യം സ്ഥാപിതമായ ദേവാലയത്തിൽ എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് പോയത്. തിരുമേനി അവിടെ യാതൊരു സംശയമില്ലാതെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ, നാളത്തേക്ക് എന്തുണ്ട് വകയാണെന്ന് ചോദിച്ചപ്പോൾ ഒരു പുഞ്ചിരിക്കുന്ന ഒരു അനുഭവത്തോട് പറയുക, തിരുവചനം പറയുന്നില്ലേ നാളെക്കുറിച്ച് ആകുലപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. പ്രിയമുള്ളവരെ, രാവിലെ പ്രഭാത നമസ്കാരം കഴിയുമ്പോൾ കാണുന്നത് ഒരു മനോഹരമായ കാഴ്ചയാണ്. ഏതോ ഒരു ഭവനത്തിൽ അടിയന്തര നടത്തുന്നതിന്റെ ഭാഗമായി അവരെ ക്രമീകരിച്ചിരുന്ന ഭക്ഷണ സാധനങ്ങളുമെല്ലാം അവിടെ മനോഹരമായി കൊണ്ടുവരുന്ന, സമൃദ്ധമായിട്ട് അവർക്ക് കഴിക്കുവാനായിട്ടുള്ള ആഹാരവും എല്ലാം കൊണ്ടുവരുന്ന ഒരു കാഴ്ച ജീവചരിത്രം വായിക്കുന്ന ആർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതെ, നാളെക്കുറിച്ച് ഞാനും നിങ്ങളുമൊക്കെ ആകുലപ്പെടുന്നുണ്ടോ? സുവിശേഷ ഭാവത്തിൽ പറയുന്നുണ്ട്, കാക്കകളെ നോക്കുക, ആകാശത്തിലെ പറവുകളെ നോക്കുക, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, പക്ഷെ ദൈവം എത്രയോ അധികമായി വെക്കുന്ന ആൾക്കാർ. ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ അറിഞ്ഞോ അറിയാതെയോ ആകുലപ്പെടുന്നുവെങ്കിൽ,
പുത്തൻകാൽ കൊച്ചു തിരുമേനിയുടെ ജീവിതത്തിൽ തന്നെ എത്രയോ അനുഭവങ്ങളുണ്ട്. പുത്തൻകാൽ കൊച്ചു തിരുമേനിയെ കുറിച്ച് പറയുമ്പോഴും ഇവിടെയും പുത്തൻകാവിൽ ശുശ്രൂഷ ചെയ്യുവാൻ ലഭിച്ച ആ നല്ല നിമിഷങ്ങളെ ഓർക്കുകയാണ്. പരിശുദ്ധ പരിമല കൊച്ചു തിരുമേനിയും പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയും പേരുകൾ കൊണ്ട് തന്നെ കൊച്ചു തിരുമേനിമാരാണ്. രണ്ടുപേരും 54-ാം വയസ്സിൽ ഈ ലോകം വിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയിട്ടുള്ളവരാണ്. നമുക്ക് വേണ്ടി മധ്യസ്ഥ അടച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ഈ ദൈവവിളി കേട്ട് കടന്നു വന്ന പരിമല കൊച്ചു തിരുമേനിയുടെ ജീവിതം എത്ര മനോഹരമാണ്, എത്ര സ്വാദിഷ്ടമാണ്, എത്ര അനുകരണീയമാണ് എന്നുള്ളത് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പുത്തൻകാൽ കൊച്ചു തിരുമേനിയുടെ ജീവിതത്തിലും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം തിരുമേനിയാകുവാനായിട്ട് അവസരം ലഭിച്ചു. 1897 പുത്തൻകാൽ കൊച്ചു മനസ്സുകൊണ്ട് ജനിക്കുന്നത്. 1951 കാലം ചെയ്യുന്നത്. 1848 ജൂൺ 15 പരിമല കൊച്ചു തിരുമേനി മുളന്തുരുത്തിയിൽ ചാത്തുരുത്തിയിലുള്ള ആ ഭവനത്തിൽ ജനിക്കുന്നതെങ്കിൽ 1902 നവംബർ 2 കാലം ചെയ്യുന്നത്. വർഷങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുമല്ലോ. കാലഘട്ടം ഒരുപക്ഷെ കുറവായിരുന്നാലും അവരുടെ ജീവിതം നൈർമല്യമുള്ളതായിരുന്നു, പരിശുദ്ധമായിരുന്നു. പരിശുദ്ധനായി 1947 പരിശുദ്ധ പരിമല തിരുമേനി അഥവാ അദ്ദേഹത്തിന്റെ ഗുരുനാഥനെ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവ തിരുമനസ്സുകൊണ്ട് പ്രഖ്യാപിക്കുമ്പോൾ ആ ജീവിതം കണ്ടു വളർന്ന ഒരു ശമ്മാശൻ ആ ജീവിതത്തിൽ കാണാൻ കഴിയും. പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയെ സംബന്ധിച്ച് പരിശുദ്ധനായിട്ട് സഭ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ അനേക ഹൃദയങ്ങളിൽ അദ്ദേഹം പരിശുദ്ധനായി നിലകൊള്ളുകയാണ്. ഞാൻ ആ ഭാഗത്തെ ദീർഘമായിട്ട് സമയത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി പോകുന്നു. നമ്മുടെ പ്രിയമുള്ളവരെ, ഇവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് കരുതുന്ന ദൈവത്തിന്റെ വളരെ മനോഹരമായിട്ടുള്ള ചിത്രമാണ്. വിശുദ്ധ മാതാവിന്റെ ജീവിതത്തിലും സ്ലീഹന്മാരുടെയും ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും ജീവിതത്തിൽ ഒന്നൊന്നായി എത്രയോ കാര്യങ്ങൾ നമുക്ക് ധ്യാന വിഷയമാക്കുവാനായിട്ടുണ്ട്. തിരുവേലത്തിൽ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ കൺമുമ്പിൽ അത് വരച്ചു കാട്ടുവാനായിട്ടുണ്ട്. ഇവിടെയൊക്കെയും കരുതുന്ന ദൈവത്തിന്റെ വളവറ്റ ആ കരുണ എത്ര ശ്രേഷ്ഠമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ട ഒരു അഭിമുഖം ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. ഒരുപക്ഷെ നിങ്ങളും എന്നെ കേൾക്കുന്ന നിങ്ങളും അത് കണ്ടിട്ടുണ്ടാകും. തൊടുപുഴയ്ക്കടുത്ത് കരിമണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 2 കൈകളുമില്ലാതെ ജനിച്ച ജെലിമോൾ എന്ന് പറയുന്ന, ജെലിമോൾ മാരി തോമസ് എന്ന് വിളിക്കുന്ന ജെലിമോൾ, അവിടെ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ഏറെ അർത്ഥവത്തായി തോന്നുന്നു. 2 കൈകളുമില്ലാത്ത മാലാഖ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ അഭിമുഖത്തിൽ ആ പെൺകുട്ടി പറയുകയാണ്, ജന്മന എനിക്ക് 2 കൈകളുമില്ലായിരുന്നു. അമ്മ 4.5 വയസ്സുള്ളപ്പോൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. അതിനുശേഷം പിതാവ് വളരെ ദൈവവിശ്വാസിയായതുകൊണ്ട് ഒത്തിരി എതിർപ്പുകളുണ്ടായിരുന്നു. ഈ കുഞ്ഞിനെ കൊണ്ട് എന്ത് ചെയ്യും? പിന്നീട് കുറച്ച് വർഷങ്ങൾ മേഴ്സി ഹോമിലായിരുന്നു. അതിനുശേഷം പിന്നീട് അത് ഇപ്പോൾ ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഏറ്റവും അവസാനം അഭിമുഖത്തിൽ കണ്ടത് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് നിയമ പോരാട്ടം നടത്തുന്ന ജിലിമോളെയാണ്. വളരെ പ്രസന്നതയുള്ള മുഖത്തോടുകൂടി ആ ജെലിമോൾ പറയുന്ന കാര്യം, ഒരുപക്ഷെ എന്നെ കാണുന്നവർക്ക് എനിക്ക് കുറവുകൾ ഉണ്ടായേക്കാം, പക്ഷെ എനിക്കത് അനുഭവപ്പെടുന്നില്ല. ഈ ലോകത്തിലേക്ക് ഓരോരുത്തരെയും അയച്ചിരിക്കുന്നത് അവിടെ ഓരോരുത്തർക്കും ഓരോ സ്പേസ് ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട്, ഓരോരുത്തർക്കും ഓരോ താലന്തുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അതിനെ കണ്ടെത്തണമെന്ന് മാത്രം. എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവവേദനയെ, ഈ പറയുന്ന ഞാനും നിങ്ങളും അതെ ആയിരിക്കുന്ന അവസ്ഥയിൽ എത്രയോ പ്രാവശ്യം ദൈവസന്നിധിയിൽ എനിക്ക് പരിമിതികളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നിട്ടുണ്ടോ? കുറവുകളെ ഓർത്ത് ഒരുപക്ഷെ മറ്റുള്ളവരെ ഒന്ന് താരതമ്യം ചെയ്തിട്ട് ഒരുപക്ഷെ നീ മാറി നിന്നിട്ടുണ്ടോ? ദൈവസന്നിധിയിൽ നീ അവിടെ പെരുവെറുത്തിട്ടുണ്ടോ? ശാന്തമായി നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കുമ്പോൾ ഈ ജെലിമോൾ എന്ന പെൺകുട്ടി നമുക്ക് മാതൃകയാകുകയാണ്. അവൾക്ക് യാതൊരു ദുഃഖവുമില്ല, നിരാശയില്ല, പക്ഷേ മുന്നോട്ട് മാത്രമേ അത് നോക്കാറുള്ളൂ. അവൾ പറയുകയാണ്, ഞാൻ പിന്നിലേക്ക് പോകുന്ന പ്രകൃതമല്ല, ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ദൈവം കരുതുന്ന ദൈവമാണ്. 2 കൈകളുമില്ലാതെ ആ ജനിച്ച കുഞ്ഞിനെ ഒരുപക്ഷെ ഇത്രയും
ഉയർത്തിയത് വളർത്തിയത് ആരും ചോദിച്ചാൽ ജിലിമോന്റെ സംഭാഷണത്തിൽ തന്നെ കേട്ടു. ആ പിതാവ് ഒരിക്കൽ പറഞ്ഞു, അതെ, വാ കേറിയവൻ ആവശ്യമായിട്ടുള്ള അന്നവും കൊടുക്കുവാൻ കഴിവുള്ളവനാണ്. ആ ഒരു വാക്കിനെ വല്ലാതെ സ്പർശിച്ചു. എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ, ഞാൻ നിങ്ങളുമായിരിക്കുന്ന സ്ഥാനത്ത് ഒരു നിമിഷം ശാന്തമായി ദൈവസന്നിധിയിൽ തിരിഞ്ഞു നോക്കുക. ഈ നിമിഷം വരെ എത്രയോ അളവില്ലാതെ കൃപകളുടെ ആ പ്രവാഹം നമുക്കായി ദൈവസന്നിധിയിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പരാതിയും പരിഭവമാകുന്ന ഭാണ്ഡക്കെട്ടുകൾ അഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചറിയുക, തിരുത്തുക. ആ നന്മകൾ എത്രയോ അധികമാണ്. ചിലപ്പോൾ നിന്റെ കുറവുകളാണെങ്കിൽ, എന്റെ കുറവുകളാണെങ്കിൽ, തിരുത്തുവാൻ കഴിയുന്ന ചില കാര്യങ്ങളാണെങ്കിൽ തിരുത്തുവാനായിട്ടുള്ള അവസരമായി ഇതിനെ കരുതിക്കൊണ്ട് നൈർമല്യമുള്ള ഹൃദയത്തോടെ അതേ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമാകുന്നതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. 2 ചിന്തകളാണ് വളരെ മനോഹരമായ, ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ള 139 സങ്കീർത്തനത്തിൽ ഞാൻ പങ്കുവെച്ചത്. ഇവിടെ ദാവീദ് പാടുന്നു, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നത്. 1-ാം വാക്യത്തിലെ പ്രകാരം നമ്മൾ കാണുന്നുവെങ്കിൽ 23-ാം വാക്യത്തിൽ വീണ്ടും അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നനവുകളെ അറിയണമേ. കാരണം വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കുറവുകളുണ്ടെങ്കിൽ, എവിടെയെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ ദൈവമേ തിരുത്തുവാൻ, അനുതാപമുള്ള ഒരു ഹൃദയവുമായി ഞാൻ അടുത്ത് വരുവാൻ നിലവിളിച്ചു. അവരുടെ കണ്ണുനീർ ദൈവസന്നിധിയിൽ സ്വീകരിച്ചു. അതെ, അനുതാപമുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വന്ന തെറ്റിപ്പോകാൻ ദൈവമേ അനുവദിക്കാതെ, തകർന്നു പോകാനായി വിട്ടുകൊടുക്കരുതേ. നിന്റെ പാതയിൽ പ്രകാശമുള്ള നല്ല വിളക്കായി സുഗന്ധമായി തീരുവാൻ എന്നെ അനുവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതെ ഈ ചിന്തകൾ അതിന് നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അവസരം തന്ന ഏറ്റവും ആദരനായ തോമസ് കോക്കാപ്പറമ്പിലച്ചനോട് പ്രത്യേക അനുവാദവും ഇതിൻ്റെ അനുഗ്രഹാശംസകൾ നൽകിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ തിരുമനസ് ഭദ്രാസൻ സെക്രട്ടറി ബഹുമാനപ്പെട്ട മാത്യു ഇബ്രഹാം കാരിക്കലച്ചൻ, ബദൽ ക്രിയേഷൻസിൻ്റെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്രിയപ്പെട്ട റണ്ണിയച്ചൻ, എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. കൃത്യമായിട്ട് ഇതുവരെ എന്നെ ശ്രമിച്ച നിങ്ങൾ ഓരോരുത്തരോടും ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ദൈവത്തിന്റെ ശ്രേഷ്ഠമായ വചനങ്ങളെ കേൾക്കുവാൻ തക്കവണ്ണം അവസരമൊരുക്കി തന്ന മഹാകാരുണികനായ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ആമുഖ വാക്കുകൾ കൂടാതെ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ഭദ്രാസന ആഭ്യന്തര സുവിശേഷ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രതിവാര ധ്യാന യോഗത്തിന് സുവിശേഷ സംഘം ഭാരവാഹികളുടെയും പ്രവർത്തകരുടെയും പേരിൽ നന്ദി അർപ്പിക്കുവാനുള്ള ചുമതലയുമായാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ജീവമെന്ന എന്ന ഈ പ്രതിവാര ധ്യാന യോഗത്തിന് എല്ലാ അനുഗ്രഹാശിസ്സുകളും നൽകിക്കൊണ്ട് ഇതിന് നേതൃത്വം നൽകുന്ന ഭദ്രാസനത്തിന്റെ സഹായ മെത്രാപ്പോലീത്ത അഭിവന്യനായ മാത്യൂസ് മാർ തീമോത്തിയോസ് തിരുമേനിയുടെ തൃപാദത്തിൽ നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. ഈ ധ്യാന യോഗത്തിന് മാത്രമല്ല, ഭദ്രാസന സുവിശേഷ സംഘത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വവും ഊർജവും സഹകരണവും നൽകുന്ന ഭദ്രാസനത്തിന്റെ സെക്രട്ടറി വന്യനായ മാത്യു എബ്രഹാം കാരക്കലച്ചന് എല്ലാ നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. ഇന്നത്തെ ഈ യോഗത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ഭദ്രാസന സുവിശേഷ സംഘത്തിന്റെ ഡയറക്ടർ വന്യനായ കൊക്കപ്പറമ്പിലച്ചനാണ്. അച്ഛന്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകളുടെയും വൈഷമ്യതകളുടെയും ഒക്കെയും മധ്യത്തിൽ
ഈ രോഗത്തിന്റെ അവസ്ഥയിൽ പോലും ഈ ധ്യാന യോഗത്തിന് യാതൊരു മുടക്കവും കൂടാതെ എല്ലാ നേതൃത്വവും നൽകുന്ന അച്ഛന് ഭദ്രാസന സുവിശേഷ സംഘത്തിന്റെ എല്ലാ പ്രവർത്തകരുടെയും ഭാരവാഹികളുടെയും പേരിലുള്ള നിസ്സീമമായ നന്ദി അർപ്പിക്കുന്നു. ഇന്ന് ഭാഗിച്ച് നമുക്ക് പങ്കുവച്ചത് ഭദ്രാസന സ്ത്രീ സമാജം വൈസ് പ്രസിഡന്റ് വന്യനായ വിൽസൺ ശങ്കരത്തിൽ അച്ഛനാണ്. അച്ഛൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ വികാരി കൂടിയായിരുന്നു. പങ്കുവച്ച വചനങ്ങളെ 30, 60, 100 മേനിയായി കേൾവിക്കാരുടെ ഹൃദയത്തിലേക്ക് പകരുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടുകൂടി ഈ വചനത്തെ പങ്കുവച്ച 139-ാം സങ്കീർത്തനത്തെ ആസ്പദമാക്കി നല്ല വചനങ്ങളെ പങ്കുവച്ച അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. ഹൃദയത്തെ ശോധന ചെയ്യുന്നവനായ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ ഹൃദയത്തെ പകരുവാനുള്ള വലിയ സന്ദേശത്തെ നൽകിയ അച്ഛന് നന്ദി അർപ്പിക്കുന്നതോടൊപ്പം അതിന് നമുക്ക് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ധ്യാനയോഗത്തിന് മുമ്പ് നാം കേട്ട ഗാന ശുശ്രൂഷ നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ഭദ്രാസന ഗായക സംഘമായ ഫിലോക്സ് സ്കൂൾ ഓഫ് ലിറ്റർജിക്കൽ മ്യൂസിക്കിനും അതിലെ വൈദികർക്കും നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. ഇന്ന് ഈ വചന ശുശ്രൂഷ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന് കാണുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഭദ്രാസന മാധ്യമ വിഭാഗമായ ബെതേൽ ക്രിയേഷൻസ്, അതിന്റെ ചുമതലക്കാരനായ വന്യനായ റെന്നിയച്ചൻ, പോൾസൺ സെമാഷൻ, തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടും നൽകിക്കൊണ്ട് നമ്മോടൊപ്പം ആയിരിക്കുന്ന ഏബ്രഹാം മാത്യു, മനു വർഗീസ്, ജോജോ ജോസഫ് എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. ഭദ്രാസന സുവിശേഷ സംഘത്തിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ജിബി സാറിന് ജോലിയുടെ മറ്റു തിരക്കുകൾ ഉള്ളത് കൊണ്ട് ഇന്നിവിടെ വരാൻ സാധിക്കാത്തത് കൊണ്ട് സാറിന് വേണ്ടിയാണ് ഇവിടെ ഈ നന്ദി ഞാൻ അർപ്പിക്കുന്നത്. ചെറിയ കാര്യങ്ങൾ പോലും പറഞ്ഞു തന്ന് ഏൽപ്പിച്ച് ഇവിടെ നിർത്തിയിരിക്കുന്ന സാറിന് വേണ്ടി ഞാൻ നന്ദി അർപ്പിക്കുന്നതോടൊപ്പം തന്നെ സാറിനോടുള്ള നന്ദിയും അർപ്പിക്കുന്നു. അതോടൊപ്പം ജോയിന്റ് സെക്രട്ടറി ബിൻസി റജി, സുവിശേഷ സംഘത്തിന്റെ മറ്റ് എല്ലാ പ്രവർത്തകരും എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. ഇതുകൂടാതെ എന്നെ ശ്രവിക്കുന്ന ഏവരും, ഈ ശബ്ദത്തിന്റെ പരിധിയിലായിരുന്ന് എന്നെ ശ്രവിക്കുന്നവര് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രാർത്ഥനയോടുകൂടി ഈ വചനത്തെ കേൾക്കുന്ന എല്ലാവർക്കുമുള്ള നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ടും നാം പെരുന്നാൾ ആഘോഷിക്കുന്ന പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ടും എന്റെ വാക്കുകളെ നിർത്തുന്നു. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനുരുകൾ സ്തുതി. ഒരു നാമത്തിൽ നിന്ന് പരിപാലിക്കാൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത Amen.
നിന്നെ അപേക്ഷിക്കുന്ന ശിവനോട് നീ നിരപ്പായതുപോലെ എന്നോട് നിരപ്പാകട്ടെ. എന്റെ കർത്താവേ, നിന്റെ തിരുശരീരം എന്നെ ഭക്ഷിപ്പിക്കുകയും നിന്റെ തിരുരക്തം എന്നെ കുടിപ്പിക്കുകയും നിന്റെ പരിശുദ്ധ തിരുനാമം എന്റെ മേൽ വിളിക്കപ്പെടുകയും ചെയ്തുവല്ലോ. നീ എന്നെ ഞാൻ നരകാഗ്നിക്കാമരിക്കാരനായി തരരുതേ. ദുഷ്ടന്മാരോടുകൂടെ കരുണയില്ലാത്ത അതിവേദന ഞാൻ അനുഭവിക്കുമാറാകരുതേ. എന്നാൽ അവന്റെ കർത്താവ് ദൈവമേ, നിന്റെ തിരുവിഷ്ണുപ്രകാരം നടന്നുള്ള പരിശുദ്ധന്മാരോടുകൂടെ എന്നെ നിനക്ക് സ്ഥിരവാഴാൻ എന്നെ അഭിരാക്കണമേ. ആമേൻ. പല ദേശങ്ങളിലായി ഭാഗങ്ങളിലായി ഈ നിമിഷം ഒരേ മനസ്സോടെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചു. ഈ നിമിഷം വരെ ഞങ്ങളെല്ലാവരും ചെയ്യുന്ന ഒഴിവായി നന്ദിയായിട്ടുണ്ട്. സർവശക്തിയായ അവിടുത്തെ സന്നിധിയിൽ നിൽക്കാൻ പോലും ഞങ്ങൾ യോഗ്യതയുണ്ട്. അവിടുത്തെ കരുണ മാത്രമാകുന്നവല്ലോ ഈ നിമിഷത്തിലേക്ക് ഞങ്ങൾക്ക് ലഭിച്ചതല്ലാതെ എല്ലാം അവിടുത്തെ ദാനമാകുന്ന തിരിച്ചത് ഇനിയുള്ള ഈ നിമിഷം വരെയും അവിടുന്ന് നടത്തുന്ന നന്ദിയായി വീണ്ടും തിരുസന്നിധിയിൽ കൂടാതെ സമർപ്പിക്കും. ഈ ലോകത്തോട് കരുണ തോന്നണമേ, ഞങ്ങളുടെ ദേശത്തോട് കരുണ തോന്നണമേ, പരിശുദ്ധ സഭയോട് കരുണ തോന്നണമേ. പരിശുദ്ധ ഭാവത്തിന് വേണ്ടി എല്ലാ തിരുവിലുമായി പേരുപേരായി സമർപ്പിച്ചു വൈദികരെയും എല്ലാ വലിയ വിദ്യാർത്ഥികളെയും സന്യാസ പ്രസ്ഥാനങ്ങളെയും സന്യാസ സമൂഹങ്ങളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കും. എല്ലാ ദേവാലയങ്ങളെയും മതയാത്രകളെയും പ്രതികാരികളെയും ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പേരുപേരായി സമർപ്പിക്കും. ഞങ്ങൾ കേട്ട വചനം പോലെ ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ ദൈവത്തെ നോക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ നടപ്പും കിടപ്പും ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിത അനുഭവം അവിടുന്ന് നമ്മെ അറിയുന്നതുകൊണ്ട് തിരിച്ചറിയുന്നു. അമ്മയുടെ ഈ നിമിഷങ്ങളിൽ പരിപാലിക്കുകയും തിരിച്ചറിഞ്ഞ് അവിടുന്ന് അത്ഭുതമായ ഞങ്ങളുടെ ഹൃദയത്തിന്റെ കുറവുകളെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഈ ഭൂമിയിലുള്ള എന്തെങ്കിലും കുറവുകളെ മാത്രമേ അവിടുന്ന് കണക്കെടുത്തില്ല. അവിടെ ഞങ്ങളോട് ക്ഷമിക്കണമെന്നായിരുന്നു. നിന്നുവാതിൽ വിളിച്ചപ്പോഴും അവരോട് കരുണ കാട്ടിയതുകൊണ്ടാകുന്നുണ്ട്. സർവശക്തനായ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് ആനന്ദിക്കാം. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് കേണപേക്ഷിക്കുവാൻ നിലവിളിക്കുവാൻ ഒരേ മനസ്സോടെ അവിടുത്തെ സന്നിധിയിൽ മനത്തിനുള്ളവരായി തീരുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കും. വീണ്ടും ലോകത്തോട് കരുണ തോന്നുന്നതായി ആയിരിക്കും. ഞങ്ങളുടെ ക്രോധം മൂലമാണ് ഈ മഹാമാരി വരാതെ അവിടെ ഞങ്ങളോട് പുറപ്പെടാൻ ക്ഷമിക്കണമെന്ന് അവിടുത്തെ സന്നിധിയിൽ നമുക്ക് നിർവഹിക്കും. ബാധ്യതരായി
അതിൽ നിന്ന് അത്ഭുതകമായ വിടുതൽ ലഭിച്ചു സൗഖ്യം സ്വീകരിച്ച് സന്തോഷത്തോടെ സ്തുതിക്കുന്നു. എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ദൈവമേ, ഇപ്പോൾ ലോകത്തിന്റെ അവസ്ഥയിൽ കഴിയുന്നവരെ പ്രാർത്ഥനയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. ആരുമില്ല എന്ന് നിരാശപ്പെടാതെ ദൈവം കൂടെയുള്ള ഭയപ്പെടേണ്ട നിന്റെ മക്കളെ ശക്തീകരിക്കണമേ. സത്യമായ സംരക്ഷിക്കണം. ആരോഗ്യ പ്രവർത്തകരായ അവരെ എല്ലാവരെയും സമർപ്പിക്കും. അതിനുവേണ്ടി ജാഗ്രതയോടുകൂടി അത്യധ്വാനം ചെയ്യുന്ന അനേകായിരം ദേവി അവരെ എല്ലാവരെയും സമർപ്പിക്കും. ഒരേ മനസ്സോടെ ദൈവസന്നിധിയിൽ മനത്തിരിഞ്ഞ് അനുസരണമുള്ളതായി തീർന്നുകൊണ്ടുന്നതായ പൂർണ്ണമായും പ്രവർത്തിക്കുവാൻ ഇതിന് പൂർണ്ണ ശക്തി ലഭിക്കുവാൻ ഞങ്ങളോട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ശേഷാവസ്ഥയിൽ കഴിയുന്ന നിന്റെ മക്കളുടെ അനേക മാസങ്ങളായി ഭവനത്തിനുള്ളിൽ പോലും വരുമാനം അനുവാദങ്ങളാകുകയായിരിക്കും. അവരുടെ മാനസികമായിട്ടുള്ള അവസ്ഥയോട് കാണുന്നു. അവിടുന്ന് അവിടുന്ന് ഹൃദയത്തെ പരിപോഷിപ്പിക്കണമേ. നിരാശരാകാൻ കൊടുക്കാതെ അത്യാവശ്യത്തോടെ ധൈര്യപ്പെടുത്തണം. തിരിച്ചു പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആ പഠനക്രമങ്ങൾ പോലും താളം തെറ്റിയിരിക്കുന്ന അവസരത്തിൽ അതിനൊക്കെ ഒരു മാറ്റം അവിടുത്തെ സന്നദ്ധയിൽ കൂടുതൽ ശുഷ്കാന്തിയോടെ ഇതിൽ നിന്നൊരു പാഠങ്ങളോട് തിരുത്തേണ്ടുന്ന കാര്യം തിരുത്തിക്കൊണ്ട് നിന്നെ അറിഞ്ഞ് ജീവിക്കുന്നവരായ സമൂഹമുള്ളവരായി തീരുമാനം സഹായിക്കും. ഞങ്ങൾ ഭദ്രാസനത്തെ സമർപ്പിക്കുന്നു, ഇടവകളെ സമർപ്പിക്കുന്നു, അഭിനന്ദനത്തെ സമർപ്പിക്കുന്നു. അഭിഷിക്തരായ സമർപ്പിക്കുന്നു. ഇതിന് നേതൃത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാവരെയും വാഴ്ത്തിയിരിക്കുകയും വിവിധാവശ്യങ്ങളായി ഞങ്ങളെയൊക്കെ അവിടുത്തെ സന്നദ്ധയിൽ ഞങ്ങളുടെ ആവശ്യം വിശ്വാസത്തോടെ സമർപ്പിക്കുന്നു. അളവില്ലാതെ പരിശുദ്ധങ്ങളുടെ പെരുന്നാളിനെ ആ പരിശുദ്ധ സ്ഥാപിതമായിരിക്കുന്ന അനുഗ്രഹീതമായ ദേവാലയത്തിൽ ആ പരിശുദ്ധ ഞങ്ങൾ അഭിപ്രായം ഞങ്ങളെ ആത്മീയന്മാരും നയിച്ച പ്രത്യേകിച്ച് ദേവാലയക്കാരും വിളിച്ച പുത്തൻകാർക്ക് വെച്ചതിന്റെ മനസ്സിന്റെ ആ പ്രാർത്ഥനയുടെ അപേക്ഷ ഞങ്ങളുടെ പ്രത്യേകമായി സഹകരിലേക്ക് വന്നിരിക്കുന്ന പ്രകാശനോടുള്ള ആത്മസാധനങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ നൽകുന്ന രേഖകളാൽ സ്തുതി സ്തോത്രം ദൈവമായ